നമുക്ക് നന്നാവും. ഏത് രീതിയിൽ നന്നാകണം? പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ച രീതിയിൽ നന്നാകണം. മാ അന അലൈഹി വസഹബി. അവരെന്താ ഒന്നാമത് കൊടുത്തത്, അത് ഒന്നാമത്. എന്നിട്ട് പോരെ പൊന്നു ഹബീബന്മാരെ മുഖാമുഖം സിയാറത്ത് ചെയ്യണോ ചെയ്യണ്ടേ? മുഖാമുഖം എല്ലാ കൂട്ടരും നടത്താൻ ഇത് കഴിഞ്ഞിട്ട് പോരെ? മൗലിദ് വേണോ വേണ്ടേ? ഇത് കഴിഞ്ഞിട്ട് ഈ സാധനം ഉള്ളിൽ വേണ്ടേ? പുറത്ത് വേണ്ടേ? നേർച്ച അനാചാരാണോ സദാചാരാണോ വിശകലനം ചെയ്യണം. ഒന്നാമത് കിട്ടിയത് അല്ലേ? ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാദപ്രതിവാദം തൊപ്പിനെ പറ്റിയ. ഞാൻ തൊപ്പിമ്മ മുറക്കി പിടിച്ചു. അതിന്റെ ഇടയ്ക്ക് എന്റെ തുണി കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് അറിഞ്ഞിട്ടില്ല. ആളുകൾ വന്നിട്ട് പറഞ്ഞു, പൊന്നാര ഹബീബെ എന്റെ തുണി കഴിഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവർ പുറത്തിയാടിയിട്ടുണ്ട്, അതുകൊണ്ട് തൊപ്പിമെന്ന് വിട്ട് തുണി ഉടുക്കിയാതെ എന്നിട്ടാവാം തൊപ്പി എന്ന് പറയുമ്പോ പറ്റൂല, ദിമ്മെന്ന് ഞാൻ വിടില്ല. ഇത് ശരിയാണോ? ആലോചിക്കണ്ടേ? മാ അന അലൈഹി വസഹബി എന്ന് പറഞ്ഞിട്ട് നീർച്ചീക്കണം. നേരെ മൗലൂദ് മക്ക് കേട്ടു വരും. അല്ലെ അവിടേക്കൊന്നും പോണ്ടെന്നല്ല പറഞ്ഞത്. ഒന്നാമതായി എന്ത് ചെയ്തു? അത് ഉറപ്പിച്ചിട്ട് വേണം. അതല്ലാതെ അപകടകരമായി എന്നിട്ട് ഇതിന് പറയുമ്പോൾ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരിയെ അവരെതിർത്തു, ഇവരെതിർത്തു, എല്ലാരും എതിർത്തു. എല്ലാരും പിടിച്ചത് തൊപ്പിമ്മയാണ്. തുണി കഴിഞ്ഞു പോയിട്ടുണ്ട് കൂട്ടരെ. അതാണ് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി ഓർമ്മപ്പെടുത്തുന്നത്. തുണിയെടുക്കൂ, എന്നിട്ട് ഔറത്ത് മറക്കൂ, എന്നിട്ട് നമുക്ക് തൊപ്പി സംരക്ഷിക്കാം. എന്നാലും പറയും പോരാ, തൊപ്പി എന്നെ വേണ്ട, അതല്ല കാണുന്നത്, മറ്റവും കാണും. അപകടം മറ്റോടത്താ കിടക്കണം. നന്നായി ആലോചിക്കുക. അള്ളാഹു നമ്മെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാണ്. അല്ലേ? നാം പറയും ഇതൊക്കെ പറയുമ്പോൾ നമുക്കുണ്ട് അങ്ങനെയൊക്കെ ഈമാന്. നമുക്കുണ്ട് ഏത് ഈമാന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പറഞ്ഞ മാതിരി സഹാബത്തിനൊക്കെ ഉണ്ടായ ഇനിയിപ്പോ പിടിച്ചിട്ടാണെങ്കിൽ ഉമ്മയും വാപ്പി എതിരായാലും പ്രശ്നമില്ല, ജോലി പോയാലും പ്രശ്നമില്ല. ആണോ? ചെറുങ്ങനെ ജോലി പിടിച്ച് കാണും. ഒന്നിനും കമ്മിറ്റിക്കാര് പ്രസിഡന്റും സെക്രട്ടറിയും വന്നൊന്നും കുലിക്കുക. അത് അടക്കണ ഈമാന്. പെരയിന്ന് വാപ്പ പിടിച്ചിട്ട് ഈ ഗ്രൗണ്ടിലേക്ക് കിടക്കരുത്, വീട്ടിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നമ്മുടെ ഈമാൻ അല്ലെന്ന് പറയുമ്പോൾ നേർക്കുനേരെ കാണണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹിതമായ മാർഗം പഠിപ്പിച്ച് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ശരിക്കും ഉൾക്കൊണ്ടപ്പോ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധമായ മാർഗത്തിലേക്ക് സംഭാവന ചെയ്യും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വന്നു. എന്തുമായിട്ടാണ് വന്നത്? തിരുമേനിയുടെ സാന്നിധ്യത്തിലേക്ക് സർവസ്വവുമായി. നബിയെ ഇതാ ഞാനിതാ സമർപ്പിക്കുന്നു സർവവും. അവർ വിശ്വസിച്ചു, അവർക്ക് അതിന്റെ പ്രതിഫലനം ജീവിതത്തിൽ കണ്ടു. നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ മതി നമ്മളെ സംഭാവനയുടെ ഊക്കി വിശ്വാസത്തിന്റെ ദാർഢ്യം കാണണമെങ്കിൽ. ആരെങ്കിലും ചോദിച്ചാൽ 50 ഉറുപ്പ്യ കൊടുക്കുന്നു, പരിശുദ്ധമായ പള്ളിയിൽ നിന്നാണെങ്കിലോ 25 സെറ്റ് കിലിക്കും. ഈമാൻ കൂടിയിട്ട്. കാരണം എന്താ? ഹബീബായ നബി സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അവർ അത് വിശ്വസിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടു. അവരെന്ത് ചെയ്തു? സമർപ്പിച്ചു. നമ്മളെ ഈമാൻ കാണണമെങ്കിൽ ഒരു യഹൂദി മുസ്ലിങ്ങളുടെ കഠിന ശത്രുവാണ്. ഒരു യഹൂദി വന്നിട്ട് നമ്മോട് പറഞ്ഞു, 1 രൂപ താ, 1 റിയാൽ അങ്ങോട്ട് തിരിച്ചു തരാം, 1ന് 10. യഹൂദി പറഞ്ഞെന്താ? 1 രൂപ ഇന്ത്യൻ കറൻസി, 1 രൂപ തന്നാൽ ഞാൻ 1 റിയാൽ തരാം. അപ്പുറത്ത് കൊണ്ടുപോയി ചേഞ്ച് ആക്കിയ 10-12 ഉറുപ്പ്യ കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ആ യഹൂദി പറഞ്ഞതിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഉടനെ നാം 1 രൂപ എടുത്തു കൊടുക്കും, റിയാല് വാങ്ങും. എന്തേ? ഇയാൾ പറഞ്ഞതിൽ വിശ്വസിച്ചു.
അള്ളാന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ ഒരുപാട് പറഞ്ഞു. വിശ്വസിച്ചോ? കൊടുക്കോ? ഇല്ല, അതൊക്കെ ഭയങ്കര ടൈറ്റാണ്. ബിസിനസ് കുറച്ച് ടൈറ്റിലാണ്. ഈ ടൈറ്റും മുറുക്കം കുറഞ്ഞിട്ട് എന്നാ നമ്മുടെ വിശ്വാസം? നമ്മുടെ ജീവിതത്തിന്റെ ചീന്തെടുത്ത് പരിശോധിക്കണം. വിശ്വാസത്തിന്റെ രൂഢകണികകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ സമ്പന്നമാണോ അല്ലേ എന്ന് അപ്പോഴേ തിരിച്ചറിയും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ പരിശുദ്ധമായ ഈ മാർഗം, ഈ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത രീതിയിൽ നമുക്ക് ലഭിച്ചോ എന്ന് നാം നിരന്തരം പരിശോധിക്കും. ഇല്ലെങ്കിൽ അത് തരാൻ കഴിയാത്ത ആളെ മാറ്റിപ്പിടിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരം നിർവഹിക്കണം. ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുന. പടച്ചവനെ, നിന്നെ ഭയമില്ലാത്ത സ്ഥാനങ്ങളുടെ മാനങ്ങളുടെ ആൾക്കാരൊക്കെ പാടെ കൂടിയാണ് നീയാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു. ഈ സാധുങ്ങനെ കണ്ണാടിക്ക് നോക്കിയപ്പോ അത്യാവശ്യമൊക്കെ കോലുണ്ട്, എന്നാ ഞാനായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ വലിയ പൂതി ഉണ്ടായിട്ടൊന്നല്ല, എന്നാ ഇരിക്കന്നെ അല്ലേ, അവിടെ കുത്തിരുന്നു. പിന്നെ ആളുകളൊക്കെ പാടെ കയറ്റി വെച്ചില്ലേ, പിന്നെ പ്രശ്നമായി ഇറങ്ങാൻ കുടുങ്ങി കിടക്കാൻ. ഇതൊക്കെ കേൾക്കുമ്പോ നേതാക്കളുടെ മനസ്സ് പറയും, പടച്ചവനെ സത്യമാണത്, അത് സത്യമാണ്, അത് സത്യമാണ് എന്ന് ആവർത്തിച്ച് നേതാവ് പറയും. അവന്റെ മനസ്സ് പറയും. അനുയായികൾ വരുമ്പോ പറയും, അത് പേച്ചതരീക്കട്ടോ. ഈ വസ്തുതയൊന്ന് വിശകലനം ചെയ്യും. ഈ വസ്തുത, ഈ യാഥാർത്ഥ്യത്തിലേക്കൊന്ന് കടന്നുവാ. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സന്ദേശം, ഈ പരിശുദ്ധമായ സന്ദേശം ഒരിക്കലും മുറിഞ്ഞു പോകുന്നില്ല. ഈ പ്രവണത മുറിഞ്ഞു പോകുന്നില്ല. കാരണം എന്താ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. രണ്ട് വിഭാഗം പണ്ഡിതന്മാരെ പഠിപ്പിച്ചു. ഏതാ ഒരു വിഭാഗം പണ്ഡിതന്മാർ? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. പ്രവാചകന്മാർ നിർവഹിച്ച ഈ പണി അനന്തരമായി നിർവഹിച്ചു വരുന്ന പണ്ഡിതന്മാർ ഒരു വിഭാഗം. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അത് ഏത് വരെയുണ്ട്? ഈ പരിപാടി എന്ന് വരെയുണ്ട്? ശൈഖു തർബിയത്തി ലാ യഖ്ലു സമാനു മിൻഹു അബദ. ഈ പ്രവണത കാലാകാലങ്ങളിൽ തുടരുമെന്നാണ് മഹത്തുക്കൾ വിശദീകരിക്കുന്നത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഏതായി ഉലമാ? വേറൊരു വിഭാഗം പണ്ഡിതന്മാർ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പരിചയപ്പെടുത്തുന്നു. യൂശികു അൻ യഅതിയ സമാനുൻ അലാ ഉമ്മത്തി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മു മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബുൻ മിനൽ ഹുദാ ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് വിഭാഗം പണ്ഡിതന്മാർ അല്ലേ? കുറച്ചു കാലം കോളേജിൽ പഠിച്ചു, 12 കൊല്ലം പഠിച്ചു, 8 കൊല്ലം പഠിച്ചു, 15 കൊല്ലം പഠിച്ചു, 20 കൊല്ലം പഠിച്ചു, എത്ര കൊല്ലായാലും വേണ്ടി. എന്നിട്ട് ഒരു വേഷവുമായി വന്നു, ഞാനാണ് പണ്ഡിതൻ. അല്ലെങ്കിൽ ദർസിൽ പഠിച്ചു, വേറെ വേഷത്തിൽ ഞാനാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞു വന്നു. നമുക്ക് അവരെ ഒന്നും സ്വീകരിക്കണമെങ്കിൽ ഉള്ള മാനദണ്ഡം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു? രണ്ട് തരം പണ്ഡിതന്മാരെ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒന്നാമത് വിഭാഗം അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കന്മാരുടെ അനന്തരാവകാശികൾ എന്ന് പറയപ്പെടുന്ന വിഭാഗമാണ്. ആ വിഭാഗത്തിൽ നാം പെടുമോ? ഓരോരുത്തരും ആലോചിക്കുക. പണ്ഡിതനാണ് എന്ന് സ്വയം അവകാശപ്പെടുകയോ മറ്റുള്ള ആളുകൾ തങ്ങൾ പണ്ഡിതന്മാരാണെന്ന രീതിയിൽ പുകഴ്ത്തപ്പെട്ട് കുടുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ആലോചിക്കുക, ഞാൻ വറസത്തുൽ അംബിയ ആണ്. വറസത്തുൽ അംബിയ ആണ് എങ്കിൽ, അംബിയാന്റെ അനന്തരാവകാശികളാണ് എങ്കിൽ, അംബിയാക്കന്മാർ നിർവഹിച്ച പണി താൻ നിർവഹിക്കുന്നുണ്ടോ? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന ഹദീസ്, അതിന് സമാനാർത്ഥത്തിൽ വന്ന
ഹദീസുകളിലും പരാമർശിക്കപ്പെട്ട അൽ ഉലമാ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നുണ്ട്. മഹത്തുക്കൾ വിശദീകരിച്ചു തരുന്നുണ്ട്, പൂർവികർ വിശദീകരിച്ചു തരുന്നുണ്ട്. ആരാണ് അവർ? അവർ ഇൽമുൽ യഖീനും മഅരിഫത്തും ലഭിച്ച ആളുകളാണ്. ഇൽമുൽ യഖീനും മഅരിഫത്തും ലഭിച്ച ആളുകളാണ്. എന്താണ് മഅരിഫത്ത്? എന്താണ് മഅരിഫത്ത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു വജ്ഹ മഹാനുഭാവൻ കടന്നു ചെല്ലുകയാണ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ സുന്നതി. അലി റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത്, നബിയെ അങ്ങയുടെ സുന്നത്ത് ഏതാണ്? അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ എന്നൊക്കെ വിശദീകരിക്കാറുണ്ടല്ലോ. മാ അന അലൈഹിയുടെ മറ്റൊരു രൂപം അല്ലേ? എന്താണ് നബിയെ അങ്ങയുടെ സുന്നത്ത് എന്താണ് എന്ന് സയ്യിദുനാ അലിയുൻ കറമല്ലാഹു വജ്ഹ ഈ ഹദീസ് അംഗീകരിക്കാത്തവരായി മുസ്ലിങ്ങളായി പരിചയപ്പെടുത്തുന്ന ഈ ഭാഗത്തിൽ ആരെങ്കിലും ഉള്ളതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നബിയെ അങ്ങയുടെ സുന്നത്ത് ഏതാണ്? നമ്മുടെ കോളേജുകളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന നൂറുൽ യഖീനിൽ വരെ, നൂറുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അത് പരാമർശിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്, എതിർപ്പ് കുറവാണെന്ന് കാണിക്കാൻ. നൂറുൽ യഖീനിൽ വരെ ഈ ഹദീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബി അങ്ങയുടെ സുന്നത്ത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യത്തിന് ഉത്തരമായി ഒന്നാമത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അൽ ഉലമാ വറസത്തുൽ അംബിയാ, എന്റെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരുണ്ട്. ഏത് പണ്ഡിതന്മാർ? ആ ഉലമാ എന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിച്ചത് മഅരിഫത്തും ഇൽമുൽ യഖീനും ലഭിച്ചവരാണ്. പരിശുദ്ധമായി തൗഹീദിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കിട്ടേണ്ടിടത്ത് നിന്ന്, യഥാർത്ഥമായ ഒരു ശൈഖിൽ നിന്ന്, ഇതിന് ലഭിച്ച സമ്മതം ലഭിച്ച ഒരു വഴികാട്ടിയിൽ നിന്ന് കിട്ടേണ്ട രീതിയിൽ ഹദീസിൽ പരാമർശിച്ച രീതിയിൽ ലഭിച്ച മഹത്തുക്കളായ ആളുകളുടെ കൂടെ കൂടുമ്പോ കിട്ടുന്നതാണ്. അങ്ങനെ ലഭിച്ച ആളുകൾ അവർക്ക് ലഭിക്കുന്നതാണ് ഈ മഅരിഫത്ത്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുചരൻ, തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ്, ലോകത്തിന്റെ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരത്തിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സയ്യിദുനാ അലിയുൻ കറമല്ലാഹു വജ്ഹ ചോദിച്ചു, അങ്ങയുടെ സുന്നത്ത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് ഒന്നാമത് പരിചയപ്പെടുത്തി കൊടുത്തു അൽ മഅരിഫത്തു റഅ്സു മാലി. അൽ മഅരിഫത്തു റഅ്സു മാലി, മഅരിഫത്താണ് എന്റെ മൂലധനം. എന്റെ മൂലധനം അത് മഅരിഫത്താണ്, ലാഭമല്ല, ലാഭമല്ല. എന്റെ മൂലധനം അല്ലേ? ഒരു കച്ചവടം നടത്തുമ്പോ മൂലധനമല്ലേ അതിന്റെ മർമ്മപ്രധാനം? ഈ മൂലധനമില്ലാത്ത ആളുകൾ, ഈ മഅരിഫത്ത് എന്ന് പറയുമ്പോ ചില ആളുകൾ അത് അർത്ഥം വെക്കും, അത് അറിവിനെ കുറിച്ചാണ്. അല്ല, ഹദീസിൽ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ മഅരിഫത്തു റഅ്സു മാലി വൽ ഇൽമു സിലാഹി. വൽ ഇൽമു സിലാഹി, ഇൽമ് അറിവ്, വിജ്ഞാനം, വിദ്യാഭ്യാസം, ജ്ഞാനം, അത് സിലാഹി എന്റെ ഖഡ്ഗമാണ്, വാളാണ്, ആയുധമാണ്. അപ്പൊ ആ ഇൽമല്ലാത്ത മഅരിഫത്ത് എന്ന് പറയുന്നതാണ് റഅ്സു മാലി, മൂലധനം എന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തി. ആ മൂലധനമുള്ളവരാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന കാറ്റഗറിയിൽ പെടുന്നത്, വിഭാഗത്തിൽ പെടുന്നത്. ആ വിഭാഗത്തിൽ നാം പെട്ടോ? ആലോചിക്കും. നമ്മുടെ ഉസ്താദുമാർ പെട്ടിട്ടുണ്ടോ? അന്വേഷിക്കും. നമ്മുടെ സംഘടനാ നേതാക്കന്മാർ ആ വിഭാഗത്തിലാണോ? ചോദിക്കും. എന്നിട്ട് ഉത്തരം ലഭിക്കണം. ഉത്തരം പറയാതെ വായയില് എന്തോ സാധനം ഇട്ട മാതിരി മുണുങ്ങിക്കളിക്കുക എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ വിഴുങ്ങിട്ട് ഇങ്ങനെ
കാര്യം വ്യക്തമാക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് പാരത്രികമായ മോക്ഷത്തിനുള്ള സൂത്രവാക്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോ ഈ ഒളിഞ്ഞുകളിയാണ് നടത്തുന്നത് എങ്കിൽ അവനെ എനിക്ക് വേണ്ടെന്ന് വെച്ച് പരിശുദ്ധമായ മഹിതമായ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ആർജവം കാണിക്കണം. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുനാ. ഈ വൃത്തികെട്ട നേതൃത്വത്തെ ഞങ്ങൾക്ക് വേണ്ട തമ്പുരാനെ. അല്ലാഹുമ്മ ലാ തജാലി ദുനിയ അക്ബറ ഹമ്മിനാ. ഞങ്ങൾക്ക് ഈ ദുനിയാവ് മുഴുക്കെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വഴികാട്ടിയായ ഒരു മുർഷിദായ യഥാർത്ഥമായ ഒരു വഴികാട്ടിയെയാണ് പടച്ച റബ്ബിലേക്ക് എത്താൻ എന്ന് പറയാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ചു, ഈ തരത്തിലുള്ള ഉലമാക്കന്മാർ, മൗലവിമാർ, പണ്ഡിതന്മാർ, മൗലവിമാർ എല്ലാവരും ഈ ഉലമാണ് എന്നാണ്ട് ബഹുമാനിക്കേണ്ട ഘട്ടം വരുമ്പോഴാണ് പറയുന്നത്. അല്ല, ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കന്മാര്. അവരെ ചീത്ത പറയരുതേ, അവരെ വിഷമിപ്പിക്കരുത്, അവരോട് കയർക്കരുത്, അവരെ ആക്ഷേപിക്കരുത്, അവരോട് വല്ലാതെ സഹായ മനോഭാവത്തോടുകൂടെ അടുക്കണേ. അവരുടെ അനന്തരാവകാശികളായ ആളുകൾ എന്ത് ചെയ്യണം? സ്വയം നന്നാകണം, മറ്റുള്ളവരെ നന്നാക്കണം. ഏതു രീതിയിൽ നന്നാവണം? പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ച രീതി, നമ്മുടെ മണ്ടയിൽ രൂപപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയെടുക്കപ്പെട്ട ആ കറക്കാവരുത്, ആ രീതിയിൽ രൂപപ്പെടുത്തിയതാവരുത്. ഗൗരവത്തിൽ ആലോചിക്കുക. അങ്ങനെ ഒരു ഉലമാ ഉണ്ട്. ആ ഉലമാക്കന്മാരിൽപ്പെട്ട മഹാന്മാരാണ് എന്നാണ് നാം അവകാശപ്പെടുന്നത്. നമുക്ക് ഉറപ്പുണ്ട്. ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ഏത് വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവൻ ആ തിരുസാന്നിധ്യത്തിൽ പോകട്ടെ, എന്നിട്ട് അന്വേഷിക്കട്ടെ പാണ്ഡിത്യത്തിന്റെ നെറുകയിൽ വിരാജിക്കുന്നവന്റെ പാണ്ഡിത്യത്തിന്റെ അളവ് എത്രയാണെന്ന് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി പഠിപ്പിച്ചത്. അതല്ലേ ധൈര്യത്തോടുകൂടെ സന്ദേശം ദ്വൈവാരികയിലൂടെ മഹാനായ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ജനതയോട്, മലയാള മണ്ണിനോട് വളരെ പ്രസ്പഷ്ടമായി ബോധിപ്പിച്ചു. ഞാൻ ആ സമ്മതവുമായി വരുന്ന യഥാർത്ഥമായ വഴികാട്ടിയാണ്, എന്നെ അനുധാവനം ചെയ്യുക എന്ന് വളരെ യാതൊരു സംശയവുമില്ലാതെ ധാർഷ്ട്യത്തോടുകൂടെ തന്റെ ഇടത്തോടുകൂടെ തനിക്ക് കിട്ടിയ വഴി അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് എത്തുന്ന മുറിയാത്ത സിൽസില എന്റേതിതാണ്, ഞാൻ നൽകുന്നത് ഇതാണ്, ഞാൻ നിർവഹിക്കുന്ന പണി എന്റെ പൂർവീകരായ മഹത്തുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ളവർ നിർവഹിച്ച പരിശുദ്ധമായ തൗഹീദാണ്. ഈ തൗഹീദ് നിത്യമായി ജീവിതത്തിലുടനീളം സർറൻ വജഹ്റൻ ഉണ്ടായിരിക്കണം. ഈമാൻ കൊണ്ട് പണിയെടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെല്ല്, ആ മഹാനുഭാവന്റെ സാന്നിധ്യത്തിൽ ചെല്ല്, അല്ലെങ്കിൽ അവിടുത്തെ ഖലീഫമാരുടെ അരികിൽ ചെല്ല്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ രീതി പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ മഹിതമായ ഇല്ലാ മില്ല വാഹിദ, ഒരൊറ്റ മാർഗമൊഴിച്ചു, അത് മാ അന അലൈഹി വസഹബ, അത് ഒന്നാമതവർ നിർവഹിച്ച് പരിശുദ്ധമായി തൗഹീദ്. ആ തൗഹീദുമായി നടന്നു അതിന്റെ വിതരണം നിർവഹിക്കുന്ന, അത് നൽകിക്കൊണ്ടിരിക്കുന്ന കേവല പ്രഭാഷണമല്ല, പ്രസംഗിക്കാൻ കൂടുതൽ കാര്യമൊന്നും വേണ്ട. 4 മീറ്റർ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു കേസറ്റ് ആരുടെങ്കിലും വാങ്ങിയിട്ട് വെച്ചാൽ മതി, കുറച്ചേരം കുത്തിരുന്നാൽ മതി, കുറച്ചു സമയം ഇരുന്നാൽ മതി. എന്നാൽ വാചാലനായ മനുഷ്യൻ, വാചക കസർത്തിന് സാധിക്കുന്നവൻ, കുറച്ചൊക്കെ സംസാരിക്കാൻ കഴിവുള്ള ആള് കോപ്പടിച്ച് പറയും, തൗഹീദ് പറയും, തൗഹീദിലേക്ക് സുന്നത്തിലേക്കൊക്കെ ക്ഷണിക്കും. പക്ഷേ തൗഹീദ് എന്താണെന്നറിയില്ല, സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുമില്ല. അത്തരം ഒരു പണ്ഡിത വിഭാഗമാണ് എങ്കിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞ മദ്രസ വേണ്ടെന്നല്ല, മദ്രസയുടെ പേരിലുള്ള അടി വേണ്ട. കൊടുക്കേണ്ടത് കൊടുക്കാതെ കുറെ മദ്രസകൾ നടത്തിയിട്ട് കാര്യമില്ല. സ്ഥാപനങ്ങൾ വേണ്ടെന്നല്ല പറഞ്ഞത്, സ്ഥാപനങ്ങളുടെ പേരിൽ അടി വേണ്ട. കൊടുക്കേണ്ടത് കൊടുക്കാതെ കുറെ ആളുകളെ പടച്ചുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ കൊണ്ട് സമുദായം എന്താണോ ആഗ്രഹിക്കുന്നത്, പ്രവാചകൻ എന്താണോ നിർദ്ദേശിച്ചത്, അത് ലഭിക്കില്ല. വാദപ്രതിവാദങ്ങൾ വേണ്ടെന്നും അല്ല ഞാൻ പറയുന്നത്, അത് വേണം. പരിശുദ്ധമായ കലിമയുടെ സംസ്ഥാപനത്തിന്റെ മാർഗത്തിന് പ്രോത്സാഹനമായി ഭവിക്കുന്ന
അല്ലാതെ ആളാവാനും സംഘടനയുടെ ഷോ പ്രകടിപ്പിക്കാനും. ഇന്ന് നമുക്ക് നമ്മുടെ സംഘടനകൾ നൽകിയത് എന്താണ്? കുറെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. നന്മയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഇപ്പൊ ഉഷാറായിട്ടുണ്ട് നമ്മുടെ സംഘടന, ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? എത്ര കൂട്ടരെ ചർച്ച ചെയ്തു, എത്ര ഇരുന്ന് നാം ചർച്ച ചെയ്തു. നമ്മുടെ സംഘടനയുടെ ഷോ കാണിക്കാൻ വേണ്ടി എല്ലാവരുടെ മനസ്സിലും SKSSF വേണം, SSF വേണം, ISM വേണം, SIO വേണം, അങ്ങനെ പലതും കേറ്റാൻ വേണ്ടി ഈ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഹൃദയത്തിന്റെ തന്ത്രികളിൽ മീട്ടണമെന്ന രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണം നടത്തുന്ന സമയത്ത് ആലോചിക്കുക. 1414 മുമ്പ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാ അന അലൈഹി വഅസ്ഹാബി, പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ അന്തർഭവിച്ച് കിടക്കുന്ന രീതിയിൽ, തന്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ, തന്റെ കണ്ണുകളെ നിയന്ത്രിക്കുന്ന രീതിയിൽ, തന്റെ കൈകാലുകളെ നിയന്ത്രിക്കുന്ന രീതിയിൽ സദാസമയത്തും പരിശുദ്ധമായ തൗഹീദ് ജീവിതത്തിന്റെ അനുനിമിഷം ഒഴിയാതെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ പരിരക്ഷിക്കാനുള്ള സാഹചര്യം നാം സൃഷ്ടിച്ചോ. അതും മഹിതമായ പാരമ്പര്യത്തിലൂടെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലിന് ലഭിച്ചതുപോലെ സമ്മതം ലഭിച്ച് പരിശുദ്ധമായ ഒരു ഹൃദയത്തിലൂടെ ആളുകളെ സംസ്കരിക്കാൻ പോകുന്ന രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടോ. റസൂൽ പരിചയപ്പെടുത്തിയ രീതിയിൽ ഈ പരിശുദ്ധമായ മഹിതമായ തൗഹീദ് നാം കൈമാറ്റം ചെയ്തുവോ എന്ന് സ്വന്തത്തോട് ചോദിക്കുക. സ്വന്തം സംഘടനയിൽ നിന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നാം ഒന്ന് ആലോചിക്കുക. എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീരെ വേണ്ട എന്നല്ല, മോശമായ പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തണം. അതേ സമയത്ത് തൗഹീദിനെ പുഷ്ടിപ്പെടുത്താൻ നമ്മുടെ പ്രവർത്തനം ആക്കം കൂട്ടുന്നുവെങ്കിൽ നാം ആലോചിക്കുക, ആ തൗഹീദിലാണോ ഞാൻ? അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മുദാവമത്തു ദിക്രില്ലാഹി സിർറൻ വജഹ്റൻ, എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അത് പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി മാറുന്നുണ്ടോ? എന്റെ ശ്വാസോച്ഛ്വാസം അഖിലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി മാറുന്നുണ്ടോ? എന്റെ ചലനങ്ങളെ ഇത് നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അല്ല എങ്കിൽ ആളുകൾ വഴികേട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങൾ സ്ഥാപിച്ചെടുക്കലും അതുപോലെ ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിക്കലും അവരുടെ ആവേശത്തിൽ അലതല്ലി ഒഴുകിയെത്തുന്ന തക്ബീറുകൾക്ക് വേണ്ടി വാചകമടിക്കലും ആളുകളുടെ കൈയടി കെട്ടുന്നതിന് വേണ്ടി വാക്കുകളുടെ കസർത്ത് നടത്തലും എഴുത്തിലൂടെ ആളുകളുടെ മേക്കെട്ട് കയറി അസ്വസ്ഥതകൾ സൃഷ്ടിക്കലുമാണ് ദീനെന്ന് വിചാരിക്കുന്നുവെങ്കിൽ എന്ന മഹിതമായ പാരമ്പര്യത്തിൽ നിന്ന് അകന്നകലെയാണ് നാം നിലകൊള്ളുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നമ്മെ നിയന്ത്രിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ, അവരെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, എന്റെ സമൂഹത്തിന് ഒരു കാലം വരാനിരിക്കുന്നു. എന്താ സമൂഹത്തിന്റെ പ്രത്യേകത? അവർ ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇസ്ലാമാണ് അവരുടെ വിഷയം. ഇസ്ലാമിക് സാൽവേഷൻ ഫ്രണ്ട്, ഇസ്ലാമിക് സർവീസ് സൊസൈറ്റി, അങ്ങനെ ഇസ്ലാം ഇസ്ലാം എന്ന പേര് അവരിൽ ഇഷ്ടം പോലെയുണ്ട്, മുച്ചൂടുമുണ്ട്. പക്ഷേ ആ പേരല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആന്റെ മഹിതമായ പ്രതികൾ, കോപ്പികൾ മനോഹരമായി തങ്ങളുടെ അലമാരകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മോഡലുണ്ട്, കേരളത്തിൽ അച്ചടിച്ചതുണ്ട്, മലബാറിൽ നെയ്തെടുത്തതുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് ഗൾഫുകളിൽ നിന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ട പരിശുദ്ധമായ ഖുർആന്റെ പ്രതികൾ മനോഹരമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചില ആളുകൾ മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ ചാരത്ത് ചെന്ന് ഓതാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വേണ്ട എന്നല്ല പറഞ്ഞ് നിർവഹിക്കുന്നത് നല്ലത് തന്നെ, അതിനുവേണ്ടി മാത്രമാണ് എന്ന് നനച്ചു വെച്ചത് അബദ്ധമാണ്. മറ്റു ചില ആളുകൾ കുറെ പ്രഭാഷണത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് അതിൽ കുടിക്കൊള്ളുന്നത് എന്ന് കരുതി, എഴുതാനുള്ളതാണ് അതിൽ ഉള്ളത് എന്ന് കരുതി, നിസ്കരിക്കുന്ന സമയത്ത് കുറെ ഓതിയിട്ട് ബാക്കിലുള്ള ആളുകളെ സുഖിപ്പിക്കാനുള്ളതാണ് അതെന്ന് കരുതി, ജീവിതത്തിന്റെ അനർഘമായ സന്ദേശമാണെന്ന് അവർ വിചാരിച്ചില്ല. കേവലം കോപ്പികളായി മാത്രം അത് അവശേഷിച്ചു. മാത്രമല്ല മസാജിദുഹു ആമിറത്തുൻ വഹിയ ഖറാബുൻ മിനൽ ഹുദാ, മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബുൻ മിനൽ ഹുദാ,
അവർ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന മനോഹരമായ മസ്ജിദുകളുണ്ട്, മിനാരങ്ങളുണ്ട്, രമ്യഹർമ്മ്യങ്ങളുണ്ട്, കനക കൊട്ടാരങ്ങൾക്ക് സമാനമായ ബിൽഡിങ്ങുകളുണ്ട്, സൗധങ്ങൾ, മനോഹര സൗധങ്ങൾ. മസ്ജിദ് എന്ന പേരിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ സന്മാർഗമില്ല, അവിടെ ഗ്രൂപ്പ് കളിയാണ്, അവിടെ അടിപിടിയാണ്. വീട്ടിൽ നിന്ന് കച്ചറയുണ്ടാകുമ്പോ, കുഴപ്പമുണ്ടാകുമ്പോ, പിത്തനയുണ്ടാകുമ്പോ അവിടെ നിന്ന് ഓടിയിറങ്ങി കച്ചറ കൂടാൻ, പ്രശ്നമുണ്ടാക്കാൻ, പിത്തനയുണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ, തമ്മിലടിക്കാൻ, സംഘർഷത്തിലേർപ്പെടാൻ, സംഘട്ടനമുണ്ടാക്കാൻ, രക്തരൂക്ഷിതമായ അന്തരീക്ഷമുണ്ടാക്കാൻ മസ്ജിദിന്റെ അകത്തളങ്ങളിലേക്ക് ഓടിയിറങ്ങുന്ന വൃത്തികെട്ട സമൂഹത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ ദീർഘവീക്ഷണം നൽകി. അല്ലേ? ഇന്നത്തെ സമൂഹത്തെ കുറിച്ചല്ല പറഞ്ഞത്? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നു. ആലോചിക്കുക. പണ്ഡിതന്മാർ ഏറ്റവും വൃത്തികെട്ടവരാകും. എവിടെ? കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തല്ല. ആകാശത്തിന് കീഴെ ഏറ്റവും വൃത്തികെട്ടവർ. എന്താ കുഴപ്പം? നന്നാകൂല, നന്നാകാൻ ആരെങ്കിലും പോകുകയാണെങ്കിൽ മുടക്കാക്കും ചെയ്യും. ഇതിനേക്കാൾ വൃത്തികെട്ടത് പിന്നെന്താ? ഈ ആകാശത്തിന് കീഴെ ക്ലോസറ്റിന്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുന്നതല്ല വൃത്തികെട്ടത്. മുനിസിപ്പാലിറ്റി തോട്ടിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നതല്ല വൃത്തികെട്ടത്. ആകാശത്തിന് കീഴെ ഏറ്റവും വൃത്തികെട്ടവർ അവരിലെ പണ്ഡിതരായിരിക്കും. കൊടപ്പക്കാർ അവരായി. നന്മ പറയുമ്പോൾ അരുതെന്ന് പറയും, സദാചാരത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ദുരാചാരം എന്ന് പറയും. യഥാർത്ഥമായ അള്ളാഹുവിന്റെ അമ്പിയാറിന്റെ അനന്തരാവകാശികളായി ഈമാനാണ് ഞാൻ വിതരണം ചെയ്യുന്നത്, ഈമാനിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്, ഈമാൻ കൊണ്ടാണ് അധ്വാനിക്കുന്നത് എന്ന് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാനുഭാവൻ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയതന്ത്രികളിൽ പരിശുദ്ധമായ ഈമാനിന്റെ അനർഘമായ സന്ദേശം ഏൽപ്പിച്ചു വെച്ചുകൊണ്ട് പൂർവീകരായ അമ്പിയാവും അവരുടെ അവരുടെ അനുചരന്മാരായ സഹാബത്തും നിർവഹിച്ചത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ക്ഷണിച്ച് അതിലായി അധ്വാനിപ്പിക്കുന്ന സമയത്ത് അരുതേ, അടുക്കരുതേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവനല്ല ആകാശത്തിന് കീഴെ വൃത്തികെട്ടവനെങ്കിൽ പിന്നെ ആരാണ് കൂട്ടം? ആലോചിക്കും. അതുകൊണ്ട് നാം ഗൗരവത്തോടുകൂടി പരിശുദ്ധമായ ഈ സന്ദേശം, അമ്പിയാ നിർവഹിച്ച ഈ സന്ദേശം, മഹാന്മാരായ മഹത്വത്തിൽ നിർവഹിച്ച ഈ സന്ദേശം, അത് കൈവഴിയായി ഈ വറസത്തുൽ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ പരമ്പരയിലെ മഹിതമായ ഒരു കണ്ണിയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നണിയിൽപ്പെട്ട, അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശിയായ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകൾ നിർവഹിച്ച പണി എന്താ? മഹാനവറുകളെ സ്മരിക്കുമ്പോ ആകെ നമുക്ക് പാടാനുള്ള എന്താ? കോഴിയുടെ മുള്ളോട് കൂവന്ന് ചൊന്നാരെ കൂശാതെ കൂവി പറപ്പിച്ച് വിട്ടോവർ. സംഗതിയൊക്കെ ശരിയാണ്, സന്തോഷമുള്ള കാര്യമാണ്, കറാമത്താണ്, പരിചയപ്പെടുത്തപ്പെടേണ്ടതാണ്, ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഈ കോഴിന്റെ കഥ പറഞ്ഞ് നാം സുഖമായിട്ട് കോഴി പിടുങ്ങി ഷാപ്പിട്ട് ജീവിക്കുക. മഹാനവറുകൾ നിർവഹിച്ച പണി ഏതാണെന്ന് ആലോചിക്കണം. അജല്ലു കറാമാതിഹി റളിയല്ലാഹു അൻഹു, മഹാനുഭാവൻ നിർവഹിച്ച കറാമത്ത് മരിച്ച ഹൃദയങ്ങൾക്ക് ജീവൻ നൽകിയെന്നത്. മഹാനുഭാവൻ ബഗ്ദാദിൽ വെച്ചാണ് മരിച്ച ഹൃദയങ്ങൾക്ക് ജീവൻ നൽകണം. മഹാനവറുകൾ രംഗപ്രവേശം ചെയ്യുന്ന ഘട്ടം നിങ്ങൾക്കറിയില്ലേ? മഹാനവറുകൾ ഒരുപാട് പഠിച്ചു. ജീലാനിൽ നിന്ന് ഉപരിപഠനത്തിന് വേണ്ടി പോയത് ബഗ്ദാദിലേക്കായിരുന്നു. ഉപരിപഠനത്തിന് വേണ്ടി ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ഉത്കൃഷ്ടമായ തലങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത പ്രദേശം വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ രംഗവേദിയായി പരിചയപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ ഉത്കൃഷ്ട പ്രതലമാണ് ബഗ്ദാദ്. അവിടേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് പഠിച്ചു, വിജ്ഞാനങ്ങൾ നേടി. 10-25 കൊല്ലത്തോളം പഠിച്ചു. അതിനുശേഷം വേഗൊരു ജോലി എടുത്തുകൊണ്ട് തിരിഞ്ഞില്ല, മറിച്ച് എന്ത് ചെയ്തു? മഹാനുഭാവൻ നേരെ ഇറങ്ങി, ഇനി ഈ പരിശുദ്ധമായ തൗഹീദ് ലഭിക്കണം, ഈ പരിഭാവനമായ തൗഹീദ് ലഭിക്കണം,
പ്രവാചകന്റെ അനന്തരാവകാശികളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടത് എനിക്ക് ലഭിക്കണം. മഹാനുഭാവൻ എവിടെ പോയി എന്നറിയുമോ? അഹ്ലു ബൈത്തായി ജീവിച്ച, നാമൊക്കെ സാധാരണ പറയാറുണ്ട്, എന്തെങ്കിലും വിഷയം ഉണ്ടാവുമ്പോ അപ്പോഴേക്കും പറയും അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, എന്റെ അഹ്ലു ബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് എന്ന് രക്ഷപ്പെടാൻ. എന്നിട്ട് അഹ്ലു ബൈത്തിനെ പറയും അഹ്ലു ബൈത്ത് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണം. ഏതാ ഡ്യൂട്ടി? എന്റെ പിതാമഹൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതെന്തോ അത് നിർവഹിക്കുന്ന അഹ്ലു ബൈത്താവണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന വസനദുന ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവൻ തന്റെ പഠനം കഴിഞ്ഞതിന് ശേഷം തന്റെ ഒരുപാട് കാലത്തെ ദീർഘമായ 12 കൊല്ലോ 8 കൊല്ലോ അല്ല പഠിച്ചത്, സുദീർഘമായ കാലഘട്ടം പഠിച്ചതിന് ശേഷം ഇനി ഒരു വഴികാട്ടി വേണം, ഒരു മുർഷിദ് വേണം, തനിക്ക് ഈ കലിമ കൈമാറുന്ന ഒരു വഴികാട്ടിയെ കിട്ടണം. എന്നിട്ട് ആരെ തെരഞ്ഞെടുത്തു? ബഹുമാനപ്പെട്ട അബൂ സഈദ് മുബാറക് അൽ മഖ്സൂമി റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവനെ തെരഞ്ഞെടുത്തു. അല്ലേ? അബൂ സഈദ് മുബാറക് അൽ മഖ്സൂമി റളിയല്ലാഹു തആല അൻഹു സയ്യിദായിരുന്നില്ല, അഹ്ലു ബൈത്തായിരുന്നില്ല, മറിച്ച് ആരാ? ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവനെ കുറിച്ച് നാം പറയാറില്ലേ, അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ ആബൻ വ ഉമ്മൻ ശരീഫൈനി ഖദിജ്ത മഅ. മഹാനുഭാവൻ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും പരിശുദ്ധ റസൂലിന്റെ പരിശുദ്ധമായ കുടുംബത്തിലേക്ക് എത്തിപ്പെടുന്ന കുടുംബ പാരമ്പര്യമാണ്. അതിൽ സന്തോഷിച്ച് അത് മാത്രം മതിയെന്ന് കരുതി കഴിഞ്ഞില്ല, മറിച്ച് എനിക്ക് ഈ പരിശുദ്ധമായ കലിമ കിട്ടുന്ന ഒരു വഴികാട്ടി നൽകാൻ യോഗ്യനായ ഒരു വഴികാട്ടി വേണം. അല്ലേ? തങ്ങളാണല്ലോ എന്ന് കരുതി അവിടെ ഇരുന്നില്ല. ഞാൻ തങ്ങളാണോ, എന്റെ കൈ പിടിച്ചോ, മുത്തിക്കോ, ഇനി എല്ലാ പണി അവസാനിപ്പിച്ചോ എന്ന് പറഞ്ഞിരുന്നില്ല, മറിച്ച് അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ ആബൻ വ ഉമ്മൻ ശരീഫൈനി ഖദിജ്ത മഅ. ഉമ്മയും ഉപ്പയും പരിശുദ്ധമായ റസൂലിന്റെ കുടുംബത്തിലേക്ക് എത്തിപ്പെടുന്ന മഹിതമായ പരമ്പരയായിട്ട് തങ്ങളല്ലാത്ത, സയ്യിദല്ലാത്ത അബൂ സഈദ് മുബാറക് അൽ മഖ്സൂമി റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവന്റെ ചാരത്ത് ചെന്നു. എന്നിട്ട് ഈ രീതിയിൽ തൗഹീദ് സ്വീകരിച്ചു. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട ചിശ്തി ത്വരീഖത്തിന്റെ ശൈഖായി പരിചയപ്പെടുത്തുന്ന ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവൻ തങ്ങളായിരുന്നു, സയ്യിദായിരുന്നു, അഹ്ലു ബൈത്തായിരുന്നു. പക്ഷേ അഹ്ലു ബൈത്തല്ലാത്ത, സയ്യിദല്ലാത്ത ഒരാളെ ബഹുമാനപ്പെട്ട ഹുമാനുൽ ഹാറൂനി റളിയല്ലാഹു തആല മഹാനുഭാവന്റെ ചാരത്ത് പോയി. എന്നിട്ട് കൈപിടിച്ചു, ഈ പരിശുദ്ധമായ കലിമ സ്വീകരിച്ചു. പാണ്ഡിത്യത്തിന്റെ പേരിൽ, വിവരത്തിന്റെ പേരിൽ അവരാരും ഒന്നും ചെയ്യാതിരുന്നില്ല. അവരൊക്കെ അന്വേഷിച്ചു, തേടി പിടിച്ചു, സ്വായത്തമാക്കി. എന്നിട്ട് മഹാനുഭാവൻ ഇങ്ങനെ ഓരോ ആളുകളെയും എടുത്ത് പരിശോധിച്ചു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ ഇതേ രീതിയിൽ അന്വേഷിച്ചു. സയ്യിദല്ലാത്ത തന്റെ ശൈഖിലേക്ക് എത്തി. അവർ മനസ്സിലാക്കിയത് അൽ ഉലമാഉ വറസത്തുൽ അംബിയ, പരിശുദ്ധമായ നബിയുടെ പ്രവർത്തനം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം, പരിശുദ്ധമായ മഹിതമായ ഈ തൗഹീദിന്റെ കൈമാറ്റത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മാർഗരേഖ അതേപടി എനിക്ക് ലഭിക്കണം. അത് അന്വേഷിച്ചു, പിടിച്ചു, സ്വായത്തമാക്കി. എന്നിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതനായിരുന്ന, വിജ്ഞാനത്തിന്റെ നെറുകയിൽ വിരാജിച്ച ഷാഫി മദ്ഹബും അതുപോലെ തന്നെ ഹംബലി മദ്ഹബും ഒക്കെ അതിലെ മസാലകളൊക്കെ സുഗമമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്ന മഹാനായ പണ്ഡിത കേസരിയായിട്ട് പോലും തനിക്ക് ഈ പരിശുദ്ധമായ തൗഹീദ് പൂർണ്ണമായി ലഭിക്കണം, പൂർണ്ണ ഈമാനിലായി കഴിയണമെന്ന് മനസ്സിലാക്കി അബൂ സഈദ് മുബാറക് അൽ മഖ്സൂമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തണഞ്ഞു. എന്നിട്ട് അന്വേഷിച്ച് സ്വീകരിച്ചു, സ്വായത്തമാക്കി. എന്നിട്ട് എങ്ങോട്ട് പോയി? താൻ പഠിച്ച ബഗ്ദാദ്, താൻ ഇൽമു സ്വായത്തമാക്കിയ ബഗ്ദാദ്, താൻ
ഒട്ടനേകം വൈജ്ഞാനിക ഉന്നമനത്തിലേക്ക് ഉയരാൻ സാഹചര്യമൊരുക്കിയ ബഗ്ദാദിലേക്ക് പോയി. നാം ഒക്കെ ഒരു സമൂഹത്തിന്റെ പതനം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? സമൂഹം ഇപ്പൊ പിന്നോക്കാവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുക? ഒന്നുകിൽ അതിന് കാരണം ന്യൂനപക്ഷമായിരിക്കും. നമ്മൾ ന്യൂനപക്ഷങ്ങളാണ്. ഇപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പിന്നാക്കത്തിന്റെ കാരണം ന്യൂനപക്ഷ സമുദായം അല്ലേ? അല്ലെങ്കിൽ പിന്നോക്കത്തിന് കാരണം എന്താ? വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്നു, ഇതായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഭരണം കിട്ടിയില്ല എന്നുള്ളതായിരിക്കും അല്ലേ? ഇതൊക്കെ ആയിരിക്കും. ബഗ്ദാദിന്റെ ചരിത്രം എന്താ? ബഹുമാനപ്പെട്ട സയ്യിദുനാ വസനതുനാ ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഗ്ദാദിലേക്ക് തിരിക്കുന്നു. താൻ പഠിച്ച വൈജ്ഞാനിക സൗധം നിലനിൽക്കുന്ന അവിടെ പാഠശാലകൾ നിലനിൽക്കുമ്പോ ബഗ്ദാദിലേക്ക് തിരിക്കുന്നു. ബഗ്ദാദിൽ ചെന്നുകൊണ്ട് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു നോക്കുന്ന സമയത്ത് ബഗ്ദാദിന്റെ ഭരണ സാരഥ്യം അത് മുസ്ലിങ്ങളുടെ കയ്യിലാണ്. അതിന്റെ പേരിൽ പിന്നാക്കം നിൽക്കുന്നില്ല. അതിന്റെ പേരിലല്ല പിന്നാക്കം നിൽക്കുന്നത്. ബഗ്ദാദ് വൈജ്ഞാനിക കേന്ദ്രങ്ങളുടെ, വൈജ്ഞാനിക സൗധങ്ങളുടെ കേന്ദ്രമാണ്. വിജ്ഞാനത്തിന്റെ സിരാ കേന്ദ്രമാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലല്ല പിന്നാക്കം നിൽക്കുന്നത്. വിജ്ഞാനമുള്ള, അറിവുള്ള, വൈജ്ഞാനികമായ ഉത്കൃഷ്ടമായ പ്രവർത്തനം നടക്കുന്ന ബഗ്ദാദ്, മുസ്ലിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബഗ്ദാദ്, ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ജീവിക്കുന്ന ബഗ്ദാദ്, ഇസ്ലാമിന്റെ തർക്ക വിതർക്കങ്ങൾ നടക്കുന്ന ബഗ്ദാദ്, സംവാദങ്ങൾ നടക്കുന്ന ബഗ്ദാദ്, വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ബഗ്ദാദ്, ആ ബഗ്ദാദിലേക്ക് നോക്കിക്കൊണ്ട് സയ്യിദുനാ വസനതുനാ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ പറഞ്ഞു, ഞാനിവിടെ മരിച്ചു കിടക്കുന്ന ഇസ്ലാമിനെ കാണുന്നു, ഞാനിവിടെ മരിച്ചു കിടക്കുന്ന ദീനിനെ കാണുന്നു. ഭരണത്തിന്റെ മരണമല്ല, വിജ്ഞാനത്തിന്റെ മരണമല്ല, ഭൂരിപക്ഷത്തിന്റെ മരണമല്ല, മറിച്ച് പരിശുദ്ധ പ്രവാചകനിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട മഹിതമായ തൗഹീദിന്റെ അഭാവമാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥമായ ഒരു ഷെയ്ഖിന്റെ കൈ പിടിച്ചുകൊണ്ട് മഹോന്നതമായ പാരമ്പര്യത്തിന്റെ ഖണ്ഡിയായി ചേരാത്ത ഒരു ദുരവസ്ഥയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടൊരു മുർഷിദ് വേണം. നിങ്ങൾ എന്നിലേക്ക് വരൂ, ഞാനാണ് മുർഷിദ്, ഞാനാണ് വഴികാട്ടി, ഞാനാണ് ഈ നന്മയിലേക്ക്, ഈ യഥാർത്ഥമായ വഴിയിലേക്ക് കൈപിടിക്കുന്നവൻ ഞാനാണ് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്നവിടെ പ്രഖ്യാപിച്ചു. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താ? ഇന്ന് ലോകത്ത് നടത്തപ്പെടുന്ന ഇസ്ലാമികമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കിയാൽ കേരളത്തിൽ, ഇന്ത്യയിൽ നടക്കുന്നത് പോലെ ഇത്രയധികം സ്ഥാപനം, ഇസ്ലാമിക സ്ഥാപനം ലോകത്ത് വേറെ എവിടെയുണ്ട്? അന്ന് ബഗ്ദാദിലുണ്ടായിരുന്നത് പോലെ വിജ്ഞാനത്തിന്റെ മണിസൗധങ്ങളാണ് നമ്മുടെ കേരളത്തിൽ അല്ലേ? ബിരുദാനന്തര ബിരുദം നൽകുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാ? മദ്രസകളുടെ എണ്ണം ആയിരങ്ങൾ കൊണ്ടാണ് നാം പറയുന്നത്. ഓരോ സംഘടന പ്രഭാഷണങ്ങൾ കമ്മിയുണ്ടോ? കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന പ്രഭാഷണം മാത്രം കാൽക്കുലേഷൻ നടക്കുന്നു. മലപ്പുറം ജില്ലയിലേക്കൊന്നും വരണ്ട. എന്തുമാത്രം സമ്പന്നമാണിതുകൊണ്ടെല്ലാം. വാദപ്രതിവാദം ഇല്ലേ? ഇസ്ലാമിക ചർച്ചകളില്ലേ? സ്നേഹ സംവാദങ്ങളില്ലേ? പക്ഷേ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സർവ പ്രഭാഷകന്മാരും പറയുന്നു എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ പറയുന്നത്, ഞാൻ ഈ ഇന്ത്യയിൽ, കേരളത്തിൽ മരിച്ച ഇസ്ലാമിനെ കാണുന്നു. അതുകൊണ്ട് അതിലേക്ക് വരണം, ഈമാനിലേക്ക് വരണം, പരിശുദ്ധമായ കലിമയിലേക്ക് വരണം, മഹിതമായ മാഅന അലൈഹി വഅസ്ഹാബി എന്ന് പരിശുദ്ധ നബി പഠിപ്പിച്ച ആ ഉത്കൃഷ്ടമായ വഴിയിലേക്ക് വരണമെന്നാണ് മഹാനവറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഖലീഫുമാരെ നിശ്ചയിച്ച് നാനാഭാഗങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രത്യേകമായ താല്പര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ഭരണസാരഥ്യം കൈകളിലാക്കാൻ ആയിരുന്നു തങ്ങൾ രംഗപ്രവേശം ചെയ്തതെങ്കിൽ ഒട്ടനവധി കേന്ദ്രങ്ങൾ മെനയാമായിരുന്നു. കേരളത്തിന്റെ സ്ഥിതി നിങ്ങൾക്കറിയാം. 100-500 വോട്ടുള്ള ആളുകൾ ഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്.
വിലപേശാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. രാഷ്ട്രീയമായി ഇറങ്ങാമായിരുന്നു, അത് നിർവഹിച്ചില്ല. സംഘടനാ തലത്തിൽ ഉത്കൃഷ്ടമായ സ്ഥാനം കിട്ടണമെങ്കിൽ ഒരുപാട് വഴികളുണ്ടായിരുന്നു. ഒട്ടനേകം ചാണക്യ തന്ത്രങ്ങൾക്ക് സാക്ഷിയായ നമ്മുടെ കേരളത്തിലെ ജനതതികളോട് ഇക്കാര്യം പറയേണ്ടതുണ്ടോ? ഇല്ല. പണം നേടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ അതൊന്നുമല്ല ലാക്കാക്കിയത്. പരിശുദ്ധമായ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ട് ഹൃദയത്തിലില്ലാതെ തൗഹീദ് നഷ്ടപ്പെട്ട ജനതയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഈ സമൂഹത്തെ മാ അന അലൈഹി വസഹബി എന്ന് പറഞ്ഞ ആ ഉത്കൃഷ്ട സൊസൈറ്റിയാക്കി മാറ്റുക എന്ന ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ വസയ്യിദുനാ ഗൗസുൽ ആലം മശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ പറഞ്ഞ പോലെ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകൾ പറഞ്ഞ് ആളുകളെ സംസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവണത അവസാനിക്കില്ല. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ഇദാ ലം യതലഖനി ദിക്റ ശരീഫ് അല്ലദീ ഹുവ തൗഹീദ്. പരിശുദ്ധമായ തൗഹീദ് പ്രവാചകർ നൽകിയതുപോലെ സ്വഹാബത്തിന് നൽകിയതുപോലെ അതിലായി അവർ ജീവിച്ച പോലെ ജീവിക്കാനുള്ള അവസരം നൽകുന്ന ഈ പരിപാടി, ആ പരിപാടി മനുഷ്യൻ നിർവഹിച്ചു കൊണ്ടിരിക്കണം. ആരിലൂടെ നിർവഹിക്കണം? മിൻ ശൈഖിൻ മുർഷിദിൻ ലഹു നിസ്ബത്തുൻ മുത്തസിലത്തുൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ബന്ധമെത്തുന്ന, സിൽസിലയെത്തുന്ന, കണ്ണിയെത്തുന്ന മഹിതമായ പാരമ്പര്യത്തിൽ അണിനിരന്ന മുർഷിദായ ഒരു ശൈഖിലൂടെ കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് ഗൗസുൽ ആലം മശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഫബഈദുൻ അയസ്തഹ്ലറഹ ഇൻദൽ ഹാജതി ഇലൈഹ വഖ്ത മുസീബത്തിൽ മൗത്ത്. മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഈമാനിലായി മരിക്കണേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? ഈമാനിലായി മരിക്കാൻ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യാറുണ്ട്. മഹാനുഭാവൻ പറയുന്നു, മരണമാകുന്ന രംഗത്തുണ്ടാകുന്ന മുസീബത്ത് വല്ലാത്ത മുസീബത്താണ്. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ തൗഹീദ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ ഭാഗത്തോടുകൂടെ ചേർത്ത് ഉത്കൃഷ്ടമായ രീതിയിൽ ചൊല്ലാൻ, അതിലായി മരിക്കാൻ സാധിക്കണമെങ്കിൽ, ആ സമയത്ത് ഓർമ്മ വരണമെങ്കിൽ ഒരു മുർഷിദായ ഷൈഖിന്റെ കൈ പിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അതിന്റെ മറ്റൊരു രീതിയിലുള്ള ഭാഗമാണ്. അത് കിട്ടണമെങ്കിൽ മുർഷിദായ വഴികാട്ടി ഒരു തർബിയത്ത് ചെയ്യുന്ന ഷൈഖ് അവരെ കൈപിടിക്കണം. അത് പിടിച്ചില്ലെങ്കിൽ കഴിയില്ല. ജീവിക്കുന്ന കാലത്ത് തന്നെ ഈ തൗഹീദിലായി ജീവിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, തമൂതൂന കമാ തഈശൂൻ വതുബഅസൂന കമാ തമൂതൂൻ. തമൂതൂന കമാ തഈശൂൻ, നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ മരിക്കും. പരിശുദ്ധമായ ഈമാനിലായി സിർറൻ വജഹ്റൻ നിങ്ങൾ ജീവിച്ചു, എന്നാൽ നിങ്ങൾ മരിക്കുന്നതും ഈമാനിലായിട്ടായിരിക്കും. അല്ലാതെ മരിക്കുന്ന സമയത്ത് ഒരു ഈമാനോട് വാങ്ങിയിട്ട് തൊള്ളയിൽ വെച്ചാൽ തരില്ല. പിന്നെന്ത് വേണം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, തമൂതൂന കമാ തഈശൂൻ, നിങ്ങൾ എങ്ങനെ ജീവിച്ചു അങ്ങനെ നിങ്ങൾ മരിക്കും. തൗഹീദിലായി ജീവിച്ചാൽ, ഈമാനിലായി ജീവിച്ചാൽ ഈമാനിലായി മരിക്കും. കളവ് ജീവിതത്തിൽ അല്പം പോലും പറഞ്ഞിട്ടില്ലാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്ന സൂത്രവാക്യം ഇത്. നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ മരിക്കും. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ചുള്ള, മാളുവിനെ കുറിച്ചുള്ള ചിന്ത, വാപ്പുട്ടിനെ കുറിച്ചുള്ള ചിന്ത, ഭാര്യയെ കുറിച്ചുള്ള ചിന്ത, മാതാവിനെ കുറിച്ചുള്ള ചിന്ത, പിതാവിനെ കുറിച്ചുള്ള ചിന്ത, സന്താനങ്ങളെ കുറിച്ചുള്ള ചിന്ത, ബിസിനസിനെ കുറിച്ചുള്ള ചിന്ത, തങ്ങളുടെ ഏർപ്പാടുകളെ കുറിച്ചുള്ള ചിന്ത, തങ്ങളുടെ ഇൽമു കൊണ്ട് ആകുന്നതിനെ കുറിച്ചുള്ള ചിന്ത, മുഖാമുഖത്തിലെ വിജയത്തെ കുറിച്ചുള്ള ചിന്ത, ഈ ചിന്തയാണ് നിങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിൽ, സംഘടനയുടെ ഷോ എങ്ങനെ കാണിക്കുമെന്ന ചിന്തയാണ് നിങ്ങൾ നിയന്ത്രിക്കുന്നത് എങ്കിൽ തമൂതൂന കമാ തഈശൂൻ, അങ്ങനെ തന്നെ മരിക്കും. മരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ കലിമയിലായി ജീവിക്കാൻ കഴിയില്ല.
ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. എന്നിട്ട് ചിന്തിക്കാം, ഈ ബദരീങ്ങൾ എന്തേ ചെയ്തതു, അവരെന്തേ ചെയ്തു, ബദരീങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ആലോചിക്കുക. അവര് ചെയ്ത പണി ചെയ്യുക. അവർ ഈമാനിലായി ജീവിച്ചു. മാ അന അലൈഹി വസഹബി, മഹിതമായ ഈ പരിശുദ്ധമായ തൗഹീദിലായിരുന്നു അവർ അങ്ങനെ ജീവിച്ചു, അങ്ങനെ മരിച്ചു. ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ജനങ്ങളോട് പറയുന്നത്, ഇപ്പൊ പുറത്തിറങ്ങിയ സന്ദേശം ദൈവാരികയിലൂടെ വളരെ പച്ചയായി ആർജവത്വത്തോടുകൂടെ ആൺകുട്ടിയായി പറഞ്ഞിരിക്കുന്നു. ആരാ കേരളത്തിൽ ലോകത്തത് പറയുന്നത്? എന്താ പറയുന്നത്? എന്നെ വന്ന് ബൈഅത്ത്, ഞാൻ നൽകുന്നത് പരിശുദ്ധമായ തൗഹീദാണ്. ഇത് ചിരിച്ച് തൗഹീദിലായി ചിരിച്ച് മരിക്കാനുള്ള മരുന്നാണ്. മാ അന അലൈഹി വസഹബി, ഇത് അതിനുള്ള മരുന്നാണ്. ഇത് നിങ്ങൾക്ക് പരിശോധിക്കണം. ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനുഭാവൻ ആർജവത്വത്തോടുകൂടെ പറയുന്നു, എന്റെ കൈ പിടിച്ച മുരീദ്, എന്റെ മുരീദ് മരിക്കുന്ന സമയത്ത് അവിടെ പോയി നോക്കി, അവൻ പുഞ്ചിരിച്ച് പൊട്ടിച്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ചൊല്ലി മരിക്കുന്നത്, സന്തോഷത്തോടുകൂടെ യാത്ര ചെയ്യുന്നത് നിങ്ങൾ നോക്കി ഉറപ്പിക്കും. ആരാ കൂട്ടരെ പറയുന്നത്? കേരളത്തിൽ കുറെ സംഘടന. ആരാ നിങ്ങളെ നേതാവ്? എന്താ നിങ്ങളെ പരിപാടി? നമ്മുടെ നേതാവ് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരിയാണ്. ഇന്ന് ആ സിൽസില മുട്ടി നിൽക്കുന്നത് സയ്യിദുനാ വസനദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനുഭാവൻ നിർവഹിച്ച പണി അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആ പണിയാണ് ഷെയ്ഖുന നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആർജവത്വത്തോടുകൂടെ തന്റെ ഇടത്തോടുകൂടെ മഹാനുഭാവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൂട്ടരെ എന്റെ അരികിൽ വരൂ, ഞാൻ തരാം മാ അന അലൈഹി വസഹബി. നിങ്ങൾ സംശയിക്കേണ്ട, മരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മുരീദുമാരെ നോക്ക്, ഈമാനിലായി ചിരിച്ചു മരിക്കുന്ന, ഷഹാദത്തിലായി മരിക്കുന്നത് നേർക്കുനേർ കാണാം. ഇത് കണ്ടിട്ടും മുഖം ധരിച്ചു നിൽക്കുന്നുവെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ ഉത്തരം പറയണം, ഞാൻ എന്റെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് മഹാനുഭാവൻ പറഞ്ഞു, മഹാനവറുകൾ ബഗ്ദാദിലേക്ക് ചെന്നിട്ട് മഹാനവറുകൾ ചെയ്തതെന്താ? എവിടുന്ന ഒരു മുത്തബഹിറായ മൗലാരെ കിട്ടുക, ഒന്ന് നന്നാക്കാൻ എന്ന് കരുതി ഇരുന്നു. ത്വരീഖത്ത് കൊടുക്കാൻ പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറിയതുപോലെ കൈമാറി ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സ്ഥാപിക്കാൻ ഒരു മുത്തബഹിറായ സാഗര സമാന പാണ്ഡിത്യമുള്ള ഒരാളുണ്ടോ ബഗ്ദാദിന്റെ നിറകയിൽ എന്ന് ചോദിച്ചു നിന്നോ? ഇല്ല. അള്ളാഹുവിലേക്ക് എത്തിക്കാൻ എവിടെയാണ് ഒരു പണ്ഡിത തേജസ്വി എന്ന് കരുതിയിരുന്നോ? ഇല്ല. മഹാനുഭാവൻ ഫതഹ ബാബത്ത് തൗബത്തി വൽ ബൈഅ, ഫതഹ ബാബത്ത് തൗബത്തി വൽ ബൈഅ, തൗബയുടെയും ബൈഅത്തിന്റെയും വാതിൽ മലർക്കെ തുറന്നു. അലാ മിസ്റാഇ, രണ്ട് കതകുകളും തുറന്നു വെച്ചു, രണ്ട് ഭാഗവും തുറന്നു വെച്ചു. എന്നിട്ടെന്താ, മൂല്യന്മാര് നല്ല മുത്തബഹിറായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പുറത്തെഴുതി വെച്ചോ, ഇങ്ങോട്ട് കേറിയാ മതി. ഇല്ല, തുറന്നു വെച്ചപ്പോ ആരൊക്കെ വന്നു? ഫയഷ്കൂ ഇലൈഹി തർക്കസ്സലാഹ് കാന യതീഹി റജുൽ, കുറച്ചാളുകൾ വരുന്നു. ഒരാൾ വന്നു, എന്നിട്ട് എന്താ അദ്ദേഹം പറഞ്ഞ്? ഫയഷ്കൂ ഇലൈഹി തർക്കസ്സലാഹ്, ഞാൻ കുറെ നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ട്, നിസ്കാരം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വത്തഹാവുന ഫീ അദാഇഹ, അത് കൃത്യമായി നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്, ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. നിസ്കരിക്കാത്ത ആളാ, നാ വരണ്ടട്ടാ, പോയിക്കോ മുത്തബഹിർ. ഇൽമി ഏറ്റിയിട്ട് നടക്കുന്ന ആള്, സാഗര സമാന പാണ്ഡിത്യം ഉള്ളവർ മതി എന്ന് പറഞ്ഞു. ഇല്ല, സാധുക്കളുടെ മുമ്പാകെ തൗബയുടെ ബൈഅത്തിന്റെ പരിശുദ്ധമായ മാ അന അലൈഹി വസഹബി നിർവഹിച്ച പരിശുദ്ധമായ തൗഹീദിന്റെ പ്രചരണം നിർവഹിച്ചു. അതിന്റെ കൈമാറ്റം നടത്തി. സ്വലാത്ത് ഉപേക്ഷിച്ച്, നിസ്കാരം ഉപേക്ഷിച്ച്, നോമ്പ് ഉപേക്ഷിച്ച് അതിൽ അശ്രദ്ധമായി കഴിഞ്ഞ ആളുകൾ വന്നപ്പോ മഹാനുഭാവൻ അവരോട് പറഞ്ഞു, അക്സിർ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്,
പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹി ജീവിക്കും. അത് അധികരിപ്പിക്കും. എവിടെയെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടായിട്ട് 10 വട്ടം ചെല്ലിയാ പോരാ, നിസ്കാര ശേഷം 10 വട്ടം ചെല്ലിയാ പോരാ. ഞാനത് ചെല്ലണ്ട എന്നല്ല പറഞ്ഞ്, വിഗ്രഹൽക്ക വേണ്ടെന്നല്ല പറഞ്ഞത്. തെറ്റുധരിക്കരുത്, എഴുതാപ്പുറം വായിക്കരുത്. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. അക്സർ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരിശുദ്ധമായി കലിമത്തു തൗഹീദ് അത് അധികരിപ്പിക്കാൻ പറഞ്ഞു. അത് അധികരിപ്പിക്കണം. കുറച്ച് ചെല്ലിയാ മതിയോ? മുനാഫിക്കുകളെ കുറിച്ച്, കപട വിശ്വാസികളെ കുറിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞു, ലാ യൻകുറൂനല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ അവരാരാ? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലിട്ട് അതികഠിനമായി ശിക്ഷിക്കപ്പെടുന്ന വിഭാഗമാണ് മുനാഫിക്കുകളെന്ന് പരിശുദ്ധനായ നാഥൻ നമ്മെ പഠിപ്പിക്കും. ആ മുനാഫിക്കുകൾ ദിക്ർ ചെയ്യുന്നില്ലേ? ഉണ്ട്. എത്ര ചെയ്യുന്നത്? ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. പടച്ച തമ്പുരാൻ പറയുന്നു, മുനാഫിക്കുകൾ കുറച്ച് ദിക്ർ ചെയ്യുന്നുണ്ട്. നമ്മളും കുറച്ചാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആരാ? നമ്മൾ പറയണം, ഞാൻ പറയുന്നില്ല. മുനാഫിക്കുകളുടെ കാറ്റഗറിയിൽ പെട്ടോ ഇല്ലേ? പെട്ടാൽ നരകത്തിന്റെ അടിത്തട്ടിലെത്തി ശിക്ഷിക്കപ്പെടുന്ന കൂട്ടത്തിലാണോ അല്ലേ? ആലോചിക്കുക. മഹാനുഭാവൻ പറഞ്ഞു, അക്സർ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിസ്കാരം ഉപേക്ഷിച്ചു വന്നവൻ കഴിഞ്ഞില്ല. അങ്ങനെ ആര് വന്നാൽ വ്യഭിചാരി വ്യഭിചാരം ചെയ്തതിന്റെ ദുഃഖഭാരം പേറിക്കൊണ്ട്, മഹാനവറുകളെ ഞാനിതാ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നാൽ ഓട മുത്തബഹിറായ പണ്ഡിതൻ നിർത്തി. സാഗര സമാന പാണ്ഡിത്യത്തിന്റെ ഉടമകൾ വന്നാൽ തന്നെ കൊടുക്കാൻ പറ്റാത്ത സാധനാത് എന്ന് പറഞ്ഞ് ആട്ടിയോടി ചകച്ചു നിർത്തിയോ? ഇല്ല. അവനാന്റെ ഈ സാധനല്ലെങ്കിൽ മുത്തബഹിർ എന്ന് പറഞ്ഞാണ്ട് ആരെങ്കിലും അതിനെ എത്തിപ്പിടിക്കുന്നതിനെ പോലും തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ആകാശത്തിന്റെ കീഴെ വൃത്തികെട്ടവർ ഇവരല്ലെങ്കിൽ പിന്നാരും മഹാനുഭാവന്റെ അരികിൽ മഹാനുഭാവന്റെ അരികിൽ ആര് വന്നാലും അനുഷ്ഠിക്കേണ്ട കാര്യം ഉപേക്ഷ വരുത്തി എന്ന് പറഞ്ഞ് കേസുമായി വന്നാൽ, അവഗണിക്കേണ്ട കാര്യം നിർവഹിച്ചു എന്ന് പറഞ്ഞ് കേസുമായി വന്നാൽ, മഹാനവറുകൾ ഇല്ലാ അമറഹു ബിദ്ദിക്ർ, ഈ ദിക്ർ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന മഹിതമായ കലിമത്തു തൗഹീദ് കൈമാറുന്നു. അത് വർദ്ധിപ്പിച്ചു എന്ന്. ഇതാണ് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, മഹാനുഭാവൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ആളുകൾ ചിന്തിക്കുക, അല്ല ഇതിനിപ്പോ എന്തിനാ ഒരു ഷെയ്ഖ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ അത് ദിക്റിലായി, ആ ദിക്റിലായി കഴിയാൻ മകനെ ചെല്ലിയാ പോരെ? കുടികുത്തൽ പോരാ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൽഖിയ എന്ന് പറയുന്ന ഒരു ചെറിയ വലിയ കിതാബ്, സാധനം കാണാൻ ചെറുതാണ്, പക്ഷേ അർത്ഥഗർഭമാണ്, വലുതാണ്. അതിൽ പറഞ്ഞു, സുമ്മഷ്തഗിൽ ബിൽ വിർദി ലാ തതകല്ലമൻ മുസ്തഖ്ബിലൻ വമുറാഖിബൻ വമുഹല്ലിലാ. നീ സംസാരം ഒഴിവാക്കിയിട്ട് ശരിക്ക് തഹ്ലീൽ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നല്ല മുറാഖബയിലിരിക്കണം, അതുമായിട്ട് ശുഗലാവണം. നീ പുസ്തകത്തിൽ ദിക്റിന്റെ ഏട്ടിൽ കണ്ടനുസരിച്ച് ചെല്ലിയാൽ മതിയോ? പോരാ. ഏതെങ്കിലും സാധു വന്ന് പ്രസംഗിച്ചേ കേട്ടുകാണ്ട് അങ്ങനെ ചെല്ലിയാൽ മതിയോ? പോരാ. പിന്നെന്ത് വേണം? എന്താ പറഞ്ഞേ? മഹത്തുക്കളായ കൈപിടിക്കാൻ പോന്ന പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളായ ഈ രീതിയിൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് സിൽസിലയെത്തുന്ന, കണ്ണിമുറിയാതെ എത്തുന്ന മഹത്തുക്കളിലൂടെ നീ ആ ദിക്ർ നേടണം. എന്നിട്ട് ചെല്ലണം. അൽക്കിയല്ലേ പറഞ്ഞത്?
നമ്മുടെയൊക്കെ മദ്രസകളിൽ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് 6ാം ക്ലാസ് പഠിപ്പിക്കപ്പെട്ടിരുന്നു. ഒരു കുട്ടി ചോദിക്കാം, പൊന്നാര ഉസ്താദേ എന്താ ഈ പറഞ്ഞത്? എന്താ പറഞ്ഞു മനസ്സിലായില്ല? എന്താ ഉസ്താദ്? അത് കുറേ മുമ്പ് കഴിഞ്ഞു പോയ സംഗതിയാ, ഇപ്പൊ അതൊന്നുമില്ല. 824 മുറിഞ്ഞാണ് പോയി. മുത്തബഹിരീങ്ങളായ ആൾക്കാരുണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല. അത് ആനറാഞ്ചി പക്ഷിന്റെ മാതിരിയാണ്, കിട്ടില്ല. അത് ലോകത്ത് ഉണ്ട്, കാണില്ല. എന്തിനായി വൃത്തികെട്ട സൂത്രവാക്യം കൊണ്ട്? ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചാണോ? കിട്ടില്ല, കാണില്ല, മുറിഞ്ഞു പോയി, ആ രീതിയിലില്ല, അങ്ങനെയില്ല, ഇപ്പോഴില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ചാണോ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, നബി ചെയ്ത പണി എടുക്കുന്ന ആളുകൾ എന്ന് പരിശുദ്ധ പ്രവാചകൻ പരിചയപ്പെടുത്തി? ഇതൊന്നും ചെയ്യേണ്ട ഒരു മോയാര് വേണം, അങ്ങാടിക്കണ വിട്ടാവും, പിന്നെ ഒന്നും ചെയ്യൂലല്ലോ. കടലേക്ക് ഇത് കുറച്ച് അങ്ങനെ നടക്കൂല. ഇത് നിർവഹിക്കാൻ ഒരു സ്ഥാപനം വേണോ? ഇത് വേണ്ട, ഇല്ല, മുത്തബഹിർ വേണം എന്നാലേ നടക്കുള്ളൂ എന്ന് പറയാൻ ഒരു സ്ഥാപനം വേണോ? ആയിരക്കണക്കിന് മദ്രസകൾ വേണോ? വലിയ മണിമന്ദിരങ്ങൾ കെട്ടിയുണ്ടാക്കണോ? അതിനുവേണ്ടി കാശ് ചെലവഴിക്കണോ? ചെക്കന്മാരെ കുറിച്ച് അങ്ങാടിക്കണ വിട്ടാ പോരെ? അതൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ ഉണ്ട്, അതിന്റെ ആളുകളുണ്ട്. അവരെ കൈപിടിക്കാൻ പറയണം. കുറച്ച് നമ്മുടെ ഒന്ന് ചുരുങ്ങി കൊടുക്കണം. നമ്മുടെ അരികിലില്ലെങ്കിൽ പാണ്ഡിത്യത്തിന്റെ പറുദീസയിലാണ് താൻ വിരാജിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഒതുങ്ങിക്കഴിയണ്ട, അന്വേഷിച്ച് തേടിപ്പിടിക്കും. അതാ മഹത്തുക്കൾ ചെയ്തത്. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആരായിരുന്നു? ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ ഇതിവൃത്തങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയ മഹാനുഭാവൻ. ലോകം അദ്ദേഹത്തെ കുറിച്ച് സെക്കൻഡ് അരിസ്റ്റോട്ടിൽ എന്നാണ് വിളിച്ചത്. സെക്കൻഡ് അരിസ്റ്റോട്ടിൽ ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ മുടിനാരിഴ കീറിയ ചർച്ച നടത്തിയിട്ട് ലോക ഇസ്ലാമിക സൊസൈറ്റി ആപ്പാടെ നശിച്ച് നാമാവശേഷമാകും ഗ്രീക്കിന്റെ അതിപ്രസരത്തിൽ എന്ന് കരുതിയിരുന്ന കാലത്ത് ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ കുഞ്ഞിക്ക് പിടിച്ച് പുറത്തിട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി മഹാനുഭാവൻ. പാണ്ഡിത്യത്തിന്റെ കുറവില്ല, വിവരത്തിന്റെ കുറവില്ല, വിജ്ഞാനത്തിന്റെ അഭാവമില്ല, മറിച്ച് അതിന്റെ എല്ലാം നിറകയിലായിരുന്നു. ആ മഹാനുഭാവൻ ജീവിതത്തിന്റെ ഉത്കൃഷ്ടമായ തലങ്ങളെല്ലാം കീഴടക്കിയതിനു ശേഷം മാ അന അലൈഹി വസഹബിയാകണം. പരിശുദ്ധമായ തൗഹീദ് വേണം, അതിനൊരു മുർഷിദ് വേണം, എന്നെ കൈപിടിക്കാൻ ഒരു ശൈഖ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡിത്യത്തിന്റെ പൊങ്ങച്ചത്തിന്റെ പേരിലുള്ള അബദ്ധജടിലമായ ധാരണകൾ വകഞ്ഞമാക്കിക്കൊണ്ട് യഥാർത്ഥമായ മുർഷിദായ ഒരു വഴികാട്ടിയുടെ കൈപിടിച്ച് രക്ഷയുടെ മാർഗത്തിലേക്ക്, രക്ഷയുടെ വഴിയിലേക്ക് നടന്നെടുത്തു. ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു തആല ആരായിരുന്നു? ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു തആല ഉലമാക്കന്മാരുടെ രാജാവായി പരിലസിച്ചിരുന്ന മഹാനുഭാവൻ. ഉത്കൃഷ്ടമായ മേച്ചിൽപ്പുറങ്ങൾ മുഴുക്കെ സ്വായത്തമാക്കിയിരുന്ന മഹാനുഭാവൻ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു തആല. പാണ്ഡിത്യം അവർക്ക് മറയായില്ല, വിവരം അവർക്ക് മറയായില്ല. പാണ്ഡിത്യം കൊണ്ട് ആളുകളെ തടഞ്ഞു വെക്കാനും അവർ തയ്യാറായില്ല. മറിച്ച് വിനയത്തോടെ ഭവ്യതയോടുകൂടെ ശാന്തമായി എന്നെ കൈപിടിക്കാൻ മാ അന അലൈഹി വസഹബിയിലേക്ക് എത്തിക്കാൻ, പരിശുദ്ധമായ തൗഹീദ് എനിക്ക് പകർന്നേകാൻ ആരുണ്ട് എന്ന് അന്വേഷിച്ചു, പിടിച്ചു, സ്വീകരിച്ചു, സന്തോഷപൂർവ്വം ലോകത്തോട് യാത്ര പറഞ്ഞു, ഈമാനിലായി പാൽപുച്ചിരിയുമായി. ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ മഹാരഥന്മാരുടെ മുഴുവൻ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ. മദ്ഹബിന്റെ വിജ്ഞാനത്തിൽ ഇന്ന് പലരും പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട ഉലമാക്കന്മാർ എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെടുന്ന ആളുകൾ ഫിഖ്ഹ് നന്നായി കലക്കി കുടിച്ച ആളുകളായിരിക്കും, മുഫ്തിമാരായിരിക്കും, ഫത്വ കൊടുക്കുന്ന ആളുകളായിരിക്കും. അതൊക്കെ പോരെ എന്ന് വിചാരിച്ചിരിക്കണ്ട.
മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു മദ്ഹബിന്റെ വിജ്ഞാനത്തിന്റെ മുടിനാരിഴ വേർതിരിച്ച് അവതരിപ്പിക്കാനുള്ള പരിജ്ഞാനം നേടി അതിന്റെ അതോറിറ്റിയായി മാറിയ സയ്യിദുന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവൻ ഷെയ്ഖിനെ തേടി പിടിച്ചു. ഷെയ്ഖായി മദ്ഹബിലും മശ്റബിലും ഷെയ്ഖ്, ത്വരീഖത്തിലും ഷെയ്ഖ്, മദ്ഹബിലും ഷെയ്ഖ്. ഫിഖ് മതി, ഫത്വ മതി, അതനുസരിച്ച് കുറെ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നില്ല. മഹാന്മാരുടെ കൈ പിടിച്ചു. അവരെക്കാൾ വലിയൊരു പാണ്ഡിത്യം ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഉണ്ടോ? ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആരായിരുന്നു? ഖുർആൻ വിജ്ഞാനത്തിൽ, ഹദീസ് വിജ്ഞാനത്തിൽ, തർക്കശാസ്ത്രത്തിൽ, സാഹിത്യത്തിൽ, വിജ്ഞാനത്തിന്റെ സർവ്വ മേഖലകളിലും അജയ്യമായ സാന്നിധ്യമായിരുന്ന സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. ഈ ഉത്കൃഷ്ടമായ പദവികളൊക്കെ നേടിയിട്ട് മഹാനവറുകൾ ചെല്ലും. കാന യജ്ലിസു ബൈന യദൈ ശൈബാൻ റാഇ റളിയല്ലാഹു തആല അൻഹു. ശൈബാൻ റാഇ റളിയല്ലാഹു അൻഹുവിന്റെ അരികെ പോയിരിക്കും. എങ്ങനെ ഇരിക്കും? ഞാനിപ്പോ കാര്യപ്പെട്ട ഒരു മദ്ഹബിന്റെ ഇമാമാണല്ലോ, കുറഞ്ഞെടുക്കാൻ പറ്റൂലല്ലോ, ഫിഖ് മുഴുവൻ എന്റെ അടുത്താണല്ലോ, ഞാനാണല്ലോ മാനദണ്ഡം വെച്ച് ഒന്നൊഴിയാതെ വിശദീകരിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞല്ലേ ഇരുന്നത്. ആ ഊക്കിലല്ലായിരുന്നു. കാലും കയറ്റി വെച്ച് ആ അഹന്തയോടുകൂടെ ഇരിക്കുകയായിരുന്നില്ല. മറിച്ചോ കമായ പാഠശാലയിൽ ഒരു പയ്യൻ, ഒരു കുട്ടി ഇരിക്കുന്ന പോലെ ശാന്തമായി സാധുവായിരിക്കും. ഷൈബാൻ റാഇ എന്ന് പറയുന്ന ആ വിശുദ്ധാത്മാവിന്റെ പരിശുദ്ധമായ മനസ്സിൽ നിന്ന് ലഭിക്കാനുള്ളത് ലഭിക്കാൻ, സ്വയത്തമാക്കാനുള്ളത് സ്വയത്തമാക്കാൻ, കരഗതമാക്കാനുള്ളത് കരസ്ഥമാക്കാൻ നോക്കൂ നിങ്ങൾ. കഴിഞ്ഞില്ല. മദ്ഹബിന്റെ ഇമാമായിരുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു മദ്ഹബിൽ ഓരോ മസ്അലകളും വിസ്തരിച്ച് വിശദീകരിച്ചു. അതുകൊണ്ട് സംതൃപ്തനായിരുന്നില്ല, മുഫ്തിയായിരുന്നില്ല, മുജ്തഹിദായിരുന്നില്ല. മറിച്ച് അബൂ ഹംസത്തുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് മാ അന അലൈഹി വ അസ്ഹാബി, അത് സ്വയത്തമാണ്. ഉത്കൃഷ്ടമായ പാതയിൽ വന്നു. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമായിരുന്നു. മഹാനവറുകൾ പറഞ്ഞതെന്താ? മൻ തശറഅ വലം യതസവ്വഫ് ഫഖദ് തഫസ്സഖ. ഫിഖ് മാത്രം നേടി, ഫിഖ്ഹി മസ്അലകൾ മാത്രം അതുമായി കൂടി, വലം യതസവ്വഫ്, തസവ്വുഫിന്റെ മഹിതമായ മാർഗത്തിലേക്ക്, യഥാർത്ഥമായ ഒരു വലിയന്റെ, ഒരു മുർഷിദിന്റെ, ഒരു തർബിയത്തെ ചെയ്യുന്ന ഒരു വഴികാട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ വഴിയെ സ്വീകരിച്ചില്ല എങ്കിൽ ഫഖദ് തഫസ്സഖ, ആള് ഫാസിക്കായി മാറും. ഫാസിക്കല്ലേ ആളുള്ളൂ എന്നാണ് ഉദ്ധരിക്കാൻ വേണ്ടി അല്ലല്ലോ. പഠിച്ചോനെ എങ്ങനെയാണ് രക്ഷപ്പെടുക? എങ്ങനെയാണ് മോചനം നേടുക? മാത്രമല്ല മഹാനവറുകൾ പറഞ്ഞു വമൻ തസവ്വഫ വലം യതശറഅ ഫഖദ് തസന്ദഖ. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളൊന്നും നേടിയില്ല, വലിയ സൂഫിയാണ് പറഞ്ഞ് പച്ച ഒല്ലിയിട്ട് ഇങ്ങനെ ആളെ പറ്റിച്ചാൻ വേണ്ടി നടക്കുന്ന ചില സാധുക്കളുണ്ടാവും. തസവ്വുഫ് സൂഫി പറഞ്ഞിട്ട് ശരീഅത്ത് അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അങ്ങനെയും പറ്റില്ല. അങ്ങനെ ജീവിച്ചാൽ ഫഖദ് തസന്ദഖ, അവൻ സിന്ദീഖായി മാറും, നിരീശ്വരവാദിയായി മാറും. ശരീഅത്ത് അംഗീകരിച്ച് പരിശുദ്ധമായ ത്വരീഖത്ത്, തസവ്വുഫ്, മഹിതമായ മാ അന അലൈഹി വസഹാബി, അഥവാ യഥാർത്ഥമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് സ്വീകരിച്ചത്, സഹാബത്തിൽ നിന്ന് താബിഉകൾ സ്വീകരിച്ചത്, താബിഉകളിൽ നിന്ന് തബഉ താബിഈ സ്വീകരിച്ചത്, അവരിൽ നിന്ന് അവർക്ക് ശേഷമുള്ളവർ സ്വീകരിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ സഈദ് മുബാറക് അൽ മഖ്സൂമി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ വ സയ്യിദുനാ ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർ സ്വീകരിച്ചത്. അതിനുശേഷം മഹത്തുക്കളായ മഹിതരായ മഹിതമായ പാരമ്പര്യത്തിലൂടെ കടന്നുവന്ന മുർഷിദായ ശൈഖുമാരിലൂടെ, ബഹുമാനപ്പെട്ട യമനി തങ്ങളിലൂടെ, മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് ബാദിഷാ ഖാദിരി മഹാനവറുകൾ നമ്മുടെ ഇന്ത്യയിലെ കർണാടകയിലെ വാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന
ബഹുമാനപ്പെട്ട ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനവറുകളിലൂടെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹിതമായ ഈ പാരമ്പര്യം മാഅന അലൈഹി വസഹാബി എന്ന് പറയുന്ന ഈ തൗഹീദിന്റെ കൈമാറ്റം സഹാബത്തും നബിയും കൈമാറിയ പോലെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം അത് ഒരു കാലത്തും മുടങ്ങുകയില്ല എന്ന് പറഞ്ഞ ആ യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുക. അതില്ലാതെ ഈ തർബീയത്തിന്റെ ശൈഖുമാരെ പിടിക്കാതെ, വഴികാട്ടികളുടെ കൈപിടിക്കാതെ നാം കേവലം വിജ്ഞാനത്തിന്റെ പേരിൽ, അറിവിന്റെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, സംഘടനയുടെ പേരിൽ, മറ്റുള്ളതിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ മാറിക്കഴിയുകയാണ് എങ്കിൽ മഹാന്മാരായ പണ്ഡിത തേജസ്വികൾ നമ്മെ പഠിപ്പിച്ചു, മല്ലം യകുല്ലഹു ശൈഖുൻ ഫശൈഖുഹു ശൈത്താൻ, മല്ലം യകുല്ലഹു ശൈഖുൻ ഫശൈഖുഹു ഇബ്ലീസ്. രണ്ട് രീതിയിലും പരാമർശിച്ചു. ഈ രീതിയിൽ ഷെയ്ഖ് ഇല്ലാതെ പോയാൽ അവരുടെ ഷെയ്ഖ് ഇബ്ലീസാണ്. പിന്നെ ഇബ്ലീസ് വഴി കാണിച്ചു കൊടുക്കും, പലതും മനോഹരമായി കാണിച്ചു കൊടുക്കും. നമ്മുടെ ഷെയ്ഖ്, നമ്മുടെ വഴികാട്ടി ഇബ്ലീസ് ആകണം. നമ്മുടെ വഴികാട്ടി ഷെയ്ത്താനാവണം. അബ്ബാസ് പറഞ്ഞതല്ല, ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ പറഞ്ഞതല്ല, പൂർവീകരായ മഹത്തുക്കൾ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഈ കാര്യം ബോധ്യപ്പെടുത്തി. ബഹുമാനപ്പെട്ട കുർദി തങ്ങൾ എടുത്തുവെച്ചു. മഹത്തുക്കളായ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാരഥന്മാർ ഓർമ്മപ്പെടുത്തി. പൂർവീകരൊക്കെ പഠിപ്പിച്ചു, മല്ലം യകുല്ലഹു ശൈഖുൻ ഫശൈഖുഹു ശൈത്താൻ. ഷെയ്ഖ് ഇല്ലാത്തവന്റെ ഷെയ്ഖ് ശൈത്താനായി. അതുകൊണ്ട് നാം തിരിച്ചറിവുള്ളവരായി മുന്നോട്ട് നീങ്ങുകയാണ് വേണ്ടത്. നാം ഇന്ത്യയിലേക്ക് വരും അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഇസ്ലാമിക പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ഫിഖഹിന്റെ മസ്അലകളൊക്കെ നാം പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഫത്വഉൽ മുഈൻ, നാം ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബ് അല്ലേ, അതൊക്കെ രചിച്ചുണ്ടാക്കിയ സൈനുദ്ദീൻ മഖ്ദൂമുമാരുടെ കഥയെടുത്ത് പരിശോധിച്ചു നോക്കും. അവരുടെ ഫിഖഹിലെ കർമ്മശാസ്ത്രത്തിലെ പരമ്പര പറയുന്നതോടുകൂടെ തങ്ങളുടെ ഈ പരിശുദ്ധമായ കലിമ കൈമാറിയ മഹാരഥന്മാരെ കുറിച്ച് വളരെ പ്രസ്പഷ്ടമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ രണഭൂമിയിൽ ഇതിഹാസം വരിച്ച പോരാളികളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കും. വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി, ഉമർ ഖാളി റളിയല്ലാഹു തആല അൻഹു, മമ്പുറം സയ്യിദ് അലവി തങ്ങൾ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കും. ആലി മുസ്ലിയാരെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ രണഭൂമിയിൽ ഇതിഹാസം രചിച്ച പണ്ഡിത തേജസ്വിയാണ് എന്ന രീതിയിലാണ് ലോകത്തിന്റെ മുമ്പിൽ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആലി മുസ്ലിയാരുടെ ചരിത്രം എന്താണ്? മഹാനവറുകൾ വിശ്രുതനാകുന്നത്, പ്രശസ്തനാകുന്നത് ത്വരീഖത്തിന്റെ ശൈഖ് എന്ന രീതിയിലാണ്. അങ്ങനെ തന്റെ കൂടെ ബൈഅത്ത് ചെയ്ത് തന്റെ കരം പിടിച്ച മുരീദുമാരെ, അനുയായികളെ, തൗഹീദിന്റെ പ്രചാരകരെ, മോഹകരെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ട് രാജ്യത്തെ വെട്ടിപ്പിടിക്കാൻ, രാജ്യത്തെ മലിനമാക്കാൻ, രാജ്യത്തെ തുണ്ടമാക്കാൻ, രാജ്യത്തിന്റെ ഉപ്പും ചോറും ഊറ്റി തിന്നുന്നതിന് വേണ്ടി, ഊറ്റി കുടിക്കുന്നതിന് വേണ്ടി രംഗപ്രവേശം ചെയ്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ശക്തികളെ കെട്ടുകിട്ടാ വിറപ്പിച്ചുകൊണ്ട് അവരുടെ സമരത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായി ഉയർന്നു നിന്ന ആലി മുസ്ലിയാർ ഈ മഹിതമായ പാരമ്പര്യത്തിന്റെ കണ്ണിയായിരുന്നു, വീറുള്ള കണ്ണിയായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് അവരുടെ സമരത്തിന് വീര്യമുണ്ടായത്, അവരുടെ സമരത്തിന് ചാതുര്യമുണ്ടായത്, അവരുടെ സമരത്തിന് ചടുലത വന്നത്. അതില്ല നമുക്ക്. നമ്മുടെ സമരം പൊളിഞ്ഞു പോകുകയാണ്, നമ്മുടെ യജ്ഞങ്ങൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലശൂന്യമായി കൊണ്ടിരിക്കുകയാണ്. എത്ര കോടികൾ നാം നശിപ്പിച്ചു, എത്ര സൗദങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ നാം നശിപ്പിച്ചു. ഒരൊറ്റ മനസ്സിനെ പരിശുദ്ധമായ തൗഹീദിലാക്കാൻ കഴിഞ്ഞു. അതിനുവേണ്ടി ഓടി നടക്കുന്നവർക്ക് ഞാൻ തൗഹീദിലാണ് എന്ന് പറയാൻ സാധിച്ചുവോ? മമ്പുറം സയ്യിദ് അലവി തങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ മഹിതമായ ത്വരീഖത്തിന്റെ ശൈഖായിരുന്നു എന്ന രീതിയിലാണ് നാം മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ചാരത്തിവിടെ അന്ത്യവിഷമം കൊള്ളുന്ന മാലിക് ദീനാർ റളിയല്ലാഹു തആല പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്
അതുമായിട്ട് അത് ഹൃദയത്തിലേറ്റി അത് പ്രചരണം ചെയ്യാനാണ് വന്നത്. മക്ബറകളായി പരിചയപ്പെടുത്തുന്ന മഹത്തുക്കളുടെ പരിശുദ്ധമായ അന്ത്യവിശ്രമ ഗേഹങ്ങളിലേക്ക് നിങ്ങൾ നടന്നെടുത്തു നോക്കൂ. പരിശുദ്ധമായ കലിമയുടെ മഹിതമായ മാർഗത്തിന്റെ മഹത്തരമായ സരണിയുടെ പ്രചാരകരും വിധാതാക്കളും വാഹകരുമായിരുന്നു അവരെന്ന് കാണാൻ സാധിക്കും. അല്ലേ? ബഹുമാനപ്പെട്ട ഉമർ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നികുതി വേണമെന്ന് പറഞ്ഞപ്പോ നികുതി ആവശ്യപ്പെട്ട ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തരില്ലെന്ന് പറഞ്ഞ് കാർക്കിച്ചു തുപ്പി ദുഷ്ട നീ എന്താണടാ പറയുന്നത് എന്ന് ചോദിക്കാൻ ബ്രിട്ടീഷ് സർവ്വ സൈന്യാധിപന്മാരോടുകൂടെ നിൽക്കുന്ന ബ്രിട്ടീഷുകാരന്റെ നേതാവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തിന് നഷ്ടപ്പെടുത്തിയ സ്വാതന്ത്ര്യത്തിന്റെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞത്തിന് മുമ്പിൽ അതീവ ജാഗ്രതയോടുകൂടെ സ്ഥിരാന്തമായി നിലനിൽക്കുകയും സമരത്തിന് നായകത്വം നൽകുകയും അതിന്റെ മുമ്പിൽ വലിയ ഉജ്ജ്വലമായ പോരാളിയായി തിളങ്ങി നിൽക്കുകയും ചെയ്തത് ഈ പാരമ്പര്യത്തിന്റെ കണ്ണിയായതുകൊണ്ടാണ്. ആർക്കിത് നിഷേധിക്കാൻ സാധിക്കും? അല്ലേ? അവർക്ക് ഈ പോരാട്ടത്തിന് വീര്യം നൽകിയത് ബദറിന്റെ രണഭൂമിയിൽ ആയുധങ്ങളില്ലാതെ ആയുധ സജ്ജരായ ആയുധങ്ങളും നേരിടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആയുധം അവരെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന പോരാട്ടത്തിന്റെ വിജയത്തിലേക്ക് എത്തിച്ചത് ഈ മഹിതമായ സന്ദേശത്തിന്റെ കൈമാറ്റമാണ്. അതാണ് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദ്രി ചിശ്തി മഹാനവറുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഖലീഫമാരാണ് നിങ്ങളുടെ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങളവർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൈനുൽ ആബിദീൻ ഫൈലി അവറുകൾ, ഷെയ്ഖുന ഹംസ ഉസ്താദ് അവറുകൾ, അങ്ങനെ ഷെയ്ഖുനയുടെ ഖലീഫമാർ ഓരോ പ്രദേശത്തും ഷെയ്ഖുന നിയോഗിച്ചിരിക്കുന്നു മരിച്ചു കിടക്കുന്ന ദീനിനെ ജീവിപ്പിക്കാൻ. സ്ഥാപനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും അടിഞ്ഞു കഴിയുന്ന മനസ്സ് മരവിച്ച ആളുകളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് തൗഹീദിന്റെ പരിശുദ്ധമായ നീരുറവ കൊണ്ടുവന്നു വെക്കാൻ, ഈ തൗഹീദിലൂടെ മഹിതമായ പാരമ്പര്യത്തിന്റെ തിരിച്ചുപോക്കിലേക്ക് എന്ന് പരിചയപ്പെടുത്തപ്പെട്ട മഹിതമായ പാരമ്പര്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അതിന്റെ സാധൂകരണത്തിന് വേണ്ടി, അതിന്റെ നിർവ്വഹണത്തിന് വേണ്ടിയാണ് മഹാനവറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിജ്ഞാനത്തിന്റെ ഉത്കൃഷ്ടമായ മേഖലകൾ മുഴുവൻ മഹാനവറുകൾ താണ്ടി. നിങ്ങൾക്കറിയില്ലേ, ഗൗസുൽ ആലമിനെ കുറിച്ച് പറയുമ്പോ മഹാനവറുകൾ തൗഹീദിന്റെ മന്ത്രധ്വനിയുമായി മനുഷ്യരുടെ ഹൃദയം ജീവിപ്പിക്കാൻ വേണ്ടി 50-ാമത്തെ വയസ്സിലാണ് ഇറങ്ങിത്തിരിക്കുന്നത്. 50 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേടാനുള്ളതൊക്കെ നേടി അവസാനിക്കുന്ന സമയം. രാഷ്ട്രീയമായ ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ, അത് നിയന്ത്രിച്ചുകൊണ്ട് ഉത്കൃഷ്ടമായ സ്ഥാനങ്ങളിൽ ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഉപവിഷ്ടനാകാൻ ആഗ്രഹിക്കുന്നവൻ അവന്റെ യുവത്വ സമയത്താണ് അധ്വാനിക്കുക. നാട്ടിന്റെ നായകത്വം കരവലയങ്ങളിൽ ഒതുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവന്റെ യുവത്വകാലത്ത് അധ്വാനിക്കും. ഭരണം പിടിച്ചെടുക്കാൻ യുവത്വകാലത്ത് അധ്വാനിക്കും. ശിഷ്യന്മാരെ സൃഷ്ടിച്ച് ഉത്കൃഷ്ടമായ പോസ്റ്റിലേക്ക് നടന്നു നീങ്ങാൻ ചെല്ലുന്നിടത്ത് മുഴുവൻ ശിഷ്യന്മാർ, നോക്കുന്നിടത്ത് മുഴുവൻ തങ്ങളുടെ വിദ്യാർത്ഥികൾ ആ രീതിയിൽ ആദരിച്ച് കൊണ്ടു നടക്കാൻ വേണ്ടി ശിഷ്യസമ്പത്തുണ്ടാക്കാൻ യുവത്വത്തിൽ അധ്വാനിക്കും. പക്ഷേ ആ സമയത്ത് മുഴുവൻ പഠനത്തിന്റെയും അധ്വാനത്തിന്റെയും കാലം കഴിഞ്ഞു. യഥാർത്ഥമായ തൗഹീദ് കിട്ടിയപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ഇസ്ലാം എന്ന പേരിൽ ഒച്ച വെച്ച് നടക്കുകയാണ്. നിങ്ങളിൽ ഈമാനില്ല. ഈമാനിന്റെ യഥാർത്ഥമായ വിതരണം റസൂൽ നിർവഹിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിധമാണ്. അതിതാ ഞാൻ നിർവഹിക്കുന്നു. എന്റെ കരങ്ങൾ പിടിക്കുക, എന്റെ കരങ്ങൾ പിടിക്കുക, എന്റെ കരങ്ങൾ പിടിച്ച് രക്ഷപ്പെടുക എന്ന് ഷെയ്ഖ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ നമ്മുടെ നൂറ്റാണ്ടിൽ ഈ കാലത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദ്രി ചിശ്തി വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്ഥാപനങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി, പ്രസ്ഥാനങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി പ്രഭാഷണങ്ങളും വാഗ്ധാരണിയുമായി, വാചക കസർത്തുമായി, എഴുത്തിന്റെയും പേജിന്റെയും സ്റ്റേജിന്റെയും പിന്നാലെ നടക്കുന്ന ആളുകളെ നോക്കിയിട്ട്, പ്രിയപ്പെട്ട സഹോദരരെ, ഇത് മാത്രം പോരാ. നമുക്ക് മർമ്മപ്രധാനമായി വേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി വേണ്ടത് മോക്ഷത്തിന്റെ സൂത്രവാക്യം പ്രവാചകൻ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ യഥാർത്ഥ കൈമാറ്റമാണ്. അതിതാ ഞാൻ നിർവഹിക്കുന്നുവെന്ന്
വ്യാപകമായി പ്രചരണം നടത്തി രക്ഷപ്പെടാനുള്ള മാർഗം പരിചയപ്പെടുത്തി. എന്റെ കൈപിടിക്കൂ രക്ഷപ്പെടാൻ, എന്റെ കൈപിടിക്കൂ മോചനം നേടാൻ, എന്റെ കൈപിടിക്കൂ മോക്ഷാർത്ഥികളായി അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടാൻ, അള്ളാഹുവിന്റെ സാന്നിധ്യത്തിന്റെ സായുജ്യം ഉൾക്കൊള്ളാൻ, അവന്റെ സംതൃപ്തമായ നോട്ടം ഉണ്ടാകുന്നതിന് വേണ്ടി എന്റെ കൈപിടിച്ച് രക്ഷപ്പെടൂ എന്ന് ആരും പറയാതെ മാറി നിൽക്കുമ്പോ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ സർവ്വജനതകളുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് ഉത്കൃഷ്ടമായ രീതിയിൽ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന മഹാനുഭാവനായ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കരങ്ങൾ പിടിച്ചുകൊണ്ട്, അവിടുത്തെ ഖലീഫമാരുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ധന്യമായി വസന്തത്തിന്റെ സൗഗന്ധിക സൂനങ്ങളായി മാറാൻ, ഈ പരിശുദ്ധമായ വസന്തത്തിന്റെ ഉത്കൃഷ്ടമായ പൂക്കളായി മാറാൻ, ഈ പരിശുദ്ധമായ ചേരിയിൽ ഭാഗവത്താകാൻ, അങ്ങനെ രക്ഷയുടെ വാതായനങ്ങളിലൂടെ സർവാധിനാഥനായ റബ്ബിന്റെ സാന്നിധ്യത്തിൽ അണയാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.